ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പീഡിയ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക നമ്മുടെ സെറ്റപ്പ് ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട്, ലൈക്ക് എവറിത്തിങ് ഹാസ് ബീൻ ഡിഫറെന്റ് എന്നൊരു തോട്ട് പ്രോസസ് വരുന്നില്ലേ, വിച്ച് ഈസ് ആക്ച്വലി വെരി ട്രൂ. കാരണം ഞങ്ങൾ നേരത്തെ സെറ്റപ്പ് മൊത്തം മാറ്റേണ്ടി വന്നു, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം. അതങ്ങനെയാണ്, അത് മാറ്റേണ്ടി വന്നു. പക്ഷെ അതായിരുന്നില്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് നമ്മള് ഇപ്പോ ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഇപ്പൊ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്തതിനു ശേഷം ആദ്യമായിട്ട് ഒരു മെയിൻ ആയിട്ട് ഇരിക്കുന്ന ഒരു സ്പേസ് കൂടിയാണത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ച കുറച്ച് വെറൈറ്റി ആയിട്ട് സാധനം കൊണ്ടുവരുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാനും. പക്ഷെ സത്യാവസ്ഥ സാധനം പഴയ സാധനം പോയി, അപ്പൊ പുതിയ സാധനത്തിലോട്ട് വരേണ്ടി വന്നു. അപ്പൊ ഞങ്ങൾ ചെറുതായിട്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങളോട് അതിങ്ങനെ ആക്കി. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ കുറെ പോഡ്കാസ്റ്റ് ചാനൽ കാണുമ്പോൾ അവരെല്ലാവരും കൗച്ചിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഈസ് ഓഫ് ആണെന്ന്, ഈസ് ഓഫ് ആയിട്ട് ഇരിക്കണമെന്ന് പലരും പറയണ്ട. ഭയങ്കര ചില്ലാണ്, ഭയങ്കര റിലാക്സ്ഡ് ആണ്. അത്ര ചില്ല് വേണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ഒരു ടേബിളിൽ ഒരു കോഫി മഗ്ഗും കുറച്ച് കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു, അതിന്റെ ഒരു ഫണ്ട് ആയിരിക്കും കുറച്ച് നല്ലതെന്ന് ചിന്തിച്ചു. പിന്നെ ഈവൻ ദോ ഞങ്ങൾക്കിപ്പോ ഞങ്ങളുടെ ഫ്യൂച്ചറിൽ ലൈക്ക് വി ആർ ബ്രിങ്ങിങ് ഗസ്റ്റ് ഓവർ, അപ്പോ ഇവിടെ ഇരിക്കാം അല്ലെങ്കിൽ അവിടെ ഇരിക്കാം, ഒരു മൈക്ക് അങ്ങനെ തിരിച്ചു വെക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. കുറച്ചുകൂടെ കോമ്പാറ്റബിൾ ആണ് ഈ ഒരു സ്പേസ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു സ്പേസിലോട്ട് മൂവ് ചെയ്തു. ദിസ് ഇസ് ആക്ച്വലി അപ്ഗ്രേഡ് അല്ലേ, ഞങ്ങളുടെ പഴയ സെറ്റപ്പിൽ നിന്ന് ഞങ്ങൾ പുതിയ സെറ്റപ്പിലേക്ക് 2.0. യെസ്, 2.0. അപ്പോൾ അതാണ്. അപ്പോൾ പക്ഷേ ലൈക്ക് ടു ബി ഓണസ്റ്റ്, വെരി താങ്ക് യു എവരിബഡി ഫോർ എന്താണ് ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിലും ഞങ്ങള് ആദ്യത്തെ സീസൺ പോലെ കാണിച്ചു കൂട്ടി എല്ലാത്തിനും കൂടെ വന്ന എല്ലാവർക്കും നന്ദി. ഇൻസ്റ്റാഗ്രാമിൽ കുറെ ഫോളോ വന്നതും ആൾക്കാർ കാണുന്നതും, പിന്നെ കുറെ പേര് പറഞ്ഞു ഞങ്ങൾ പറയുന്ന കണ്ടന്റ് ഔട്ട്റീച്ച് എന്താണ് നാട്ടിലുള്ള ആൾക്കാർക്ക് അത്ര റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയേണ്ടായിരുന്നു, വിച്ച് ഇസ് വെരി ട്രൂ. കാരണം ഞങ്ങൾ തുടങ്ങുന്ന സമയം ഞങ്ങൾക്കും ആക്ച്വലി എന്ത് പറയണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല, ലൈക്ക് ബ്രിങ്ങിങ് കോണ്ടന്റ് ഓവർ. അപ്പോൾ ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ അത് ചിലർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ചിലർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി, വിച്ച് ഈസ് ഓക്കെ. ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു എന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ ഇതൊരു 2.0 എന്ന് ജോസോടെ പറഞ്ഞ സ്ഥിതിക്കും ഞങ്ങൾ ആയതുകൊണ്ടും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ബ്രിങ്ങിങ് സ്റ്റോറീസ് അല്ലേ. നമ്മളിപ്പോ പോയിന്റ്സും ഫാക്ട്സും ആയിട്ട് പറഞ്ഞ കാര്യങ്ങള് ഒരാളുടെ ലൈഫിൽ എങ്ങനെയാണ് ക്യാൻഡയില് അത് ആപ്ലിക്കബിൾ ആയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അയാൾ അതിൽ കൂടെ സിറ്റുവേഷൻ കൂടെ ഫേസ് ചെയ്ത് പോയത്, അതൊക്കെ ആയിരിക്കും ഞങ്ങൾ ഇനിയിപ്പോ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു പോഡ്കാസ്റ്റ് വന്നത് എങ്ങനെയാന്ന് കുറച്ച് പേര് ചോദിച്ചായിരുന്നു. അപ്പോ ഞങ്ങൾ ആക്ച്വലി ഈ ഒരു ഓൾ സെറ്റപ്പ് ലൈക്ക് ലൈറ്റ്സ്, മൈക്ക് ആൻഡ് വാട്ട് എവർ ഇതെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ ഏകദേശം ഒരു 6, 7, 8, 9 മന്ത്സ് ഓൾമോസ്റ്റ് എടുത്തു ഞങ്ങൾക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനും അത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനും വേണ്ടിയിട്ട്. വളരെ ഇവൻച്വലി ഇപ്പൊ ഈ പറഞ്ഞ ഞങ്ങൾ രണ്ടുപേരും ഇതിനകത്ത് ന്യൂബീസ് ആണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വീഡിയോഗ്രാഫിനെ പറ്റിയോ പോഡ്കാസ്റ്റ് ചെയ്യണതിനെ പറ്റിയോ ചുമ്മാ ഒരു ആഗ്രഹത്തിന് പുറത്ത് ഇറങ്ങി. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഞങ്ങൾ ചിന്തിക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് സംസാരിക്കുന്നത് ഒരുപക്ഷെ മാസ് ഓഡിയൻസിന് റിലേറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും, പക്ഷെ എന്നാലും 1-2 പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും, 1-2 പേർക്ക് അത് ഹെൽപ്പ് ചെയ്യുമെങ്കിൽ വൈ നോട്ട് എന്നൊരു തോട്ട് പ്രോസസ്സിലാണ് പിന്നെ ഞങ്ങൾ ഇരുന്നത്. പിന്നെ ഐ തിങ്ക് വി ബോത്ത് ഹാവ് ADHD പ്രോബ്ലംസ് സീരിയസ് ആയിട്ട്. ലൈക്ക് എനിക്ക് അറിയത്തില്ല, വി ആർ നോട്ട് ഡയഗ്നോസ്ഡ്, അങ്ങനെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഐ തിങ്ക് വി ആർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സംസാരിക്കുകയായിരിക്കും, അപ്പോൾ ഞാൻ പറയും ജോസോട്ടാ നമുക്ക് ചക്കയെ പറ്റി സംസാരിക്കാന്ന് പറയും. സംസാരിച്ച് തുടങ്ങി അവസാനം എത്തുമ്പോഴേക്കും അതൊരു ഞങ്ങൾ പല സ്ഥലത്ത് ചിലപ്പോൾ ആന, ചങ്ങല, എല്ലായിട്ടും മാറി പോവും. അപ്പൊ ഞങ്ങൾ വെച്ചു ഈ 30 മിനിറ്റ് യൂട്യൂബിൽ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാവും ഇതിൽ ഒരു കോണ്ടന്റ് ഇല്ല, വി ആർ ബ്രിങ്ങിങ് നത്തിങ്. ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ഞങ്ങൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എഡിറ്റർക്ക് കൊടുത്തപ്പോ ഞങ്ങളുടെ എഡിറ്റർ പറഞ്ഞത് നിങ്ങൾ എന്ത് തേങ്ങയാണ് കാണിച്ചു വെരി ട്രൂ. അത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ ഞങ്ങളൊന്നും സ്റ്റോപ്പ് ചെയ്യുന്നില്ല, വി ആർ ആക്ച്വലി കണ്ടിന്യൂ. പക്ഷെ ദിസ് ടൈം ഫോർ യൂട്യൂബ് കോണ്ടന്റ് ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് വരുന്നത് ലൈക്ക് സ്റ്റാർട്ടിങ് ഓഫ് ഞാൻ ആരാണ്, എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഞാൻ എങ്ങനെ ഇവിടെ എത്തി, അതിന്റെ അങ്ങനെ തുടങ്ങി. ഇപ്പൊ ജോസഫേട്ടൻ എങ്ങനെയാണ് ജോസഫേട്ടൻ ഇവിടെ എത്തിയെന്ന് തുടങ്ങി. പിന്നെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് എന്താണ്, ആൻഡ് ഞങ്ങളുടെ ഗസ്റ്റുകൾ വരുന്നു. ഇപ്പൊ ഞങ്ങളുടെ കുറെ ഞങ്ങളുടെ മേലെ കാണുന്ന കുറെ ആൾക്കാർ ഇവിടെ വരുന്നു. അവർ വന്ന് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു, വാട്ട് ദേ ആർ ഫേസിങ്, അവരുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. അങ്ങനത്തെ കുറച്ച് എപ്പിസോഡുകളായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ ഈ പ്ലാൻ. ഈവൻ പുതിയ ഗസ്റ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ ലൈക്ക് വി ലൈക്ക് ടു ടോക്ക് ടു ദം ബിക്കോസ് വി ലവ് ടോക്കിംഗ് ടു പീപ്പിൾ.
കഥകളാണല്ലോ എല്ലാം കഥകളാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായ ഓരോരോ എക്സ്പീരിയൻസ് എല്ലാം ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസുകളായിരിക്കും. സോ അത് കുറെ പേർക്ക് മിക്കവർക്കും അറിയില്ല. അത് എത്തിക്കണം എന്നുള്ളവർക്ക് എത്തിക്കാനും ഇപ്പൊ പറഞ്ഞ പോലെ ഷെയർ ചെയ്യാനും പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ മോസ്റ്റ്ലി എല്ലാവരും ചിന്തിക്കണം എന്ന് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോ ഓക്കെ വി ആർ ഇൻ കാനഡ, വി ആർ ഹാവിങ് എ വെരി വെരി ഗുഡ് ലൈഫ് എന്ന് കുറച്ച് ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും, വിച്ച് ഈസ് വെരി എന്താണ് നോട്ട് ട്രൂ. കാരണം ഹാർഡ്ഷിപ്പും സ്ട്രഗിൾസും എല്ലാവരുടെയും ഉണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ജനറേഷൻ ആയിട്ട് ഞങ്ങൾ ഒരു പുതിയ രാജ്യത്തിലോട്ട് പോകുന്ന എല്ലാ പ്രവാസികളും അനുഭവിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് വിച്ച് വുഡ് ലൈക്ക് ടു ഷെയർ ടു യു. ആൻഡ് ഇൻ ബിറ്റ്വീൻ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ ഐ തിങ്ക് പീപ്പിൾ മൈറ്റ് ലൈക്ക് ഇറ്റ് ഓർ പീപ്പിൾ മൈറ്റ് നോട്ട് ലൈക്ക് ഇറ്റ്, വിച്ച് ഈസ് ആക്ച്വലി ഓക്കെ. പക്ഷേ ഞങ്ങൾ പറയാന്നുള്ളത് ഞങ്ങളുടെ ഒരു കാര്യമാണ്. കാരണം ആഫ്റ്റർ ഓൾ വി ലവ് ടോക്കിംഗ് ടു പീപ്പിൾ. യെസ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങാന്ന് വെച്ചത്. അപ്പോൾ ലൈക്ക് ഇൻട്രൊഡ്യൂസിങ് മൈസെൽഫ്, ഐ ആം സുധൻ ആൻഡ് ഐ ആം ജോസഫ്. യെസ്. അപ്പോൾ ഞങ്ങള് കാനഡയിൽ വന്നിട്ട് ഐ കെയിം ഇൻ 2019 ഈ സെപ്റ്റംബർ ഇൻടേക്കിൽ ഞാൻ വന്നു. ആൻഡ് ഞാൻ 2017 ഡിസംബർ എൻഡ് ആയപ്പോഴേക്കും വന്നു, വിന്ററിന്റെ സമയത്ത് വന്നു. ആൻഡ് ഐ വാസ് ഇപ്പൊ കറന്റ്ലി വി ആർ ലിവിംഗ് ഇൻ കാൽഗരി, ആൽബർട്ട. ആൻഡ് ഞങ്ങൾ വന്നത് രണ്ടുപേരും ഒണ്ടാരിയോയിലാണ്. ഒണ്ടാരിയിൽ നിന്ന് വന്നിട്ട് ലൈക്ക് ആഫ്റ്റർ അവർ എഡ്യൂക്കേഷൻ ഞങ്ങൾ പഠിച്ചതിന് ശേഷം ഞങ്ങൾ ലൈക്ക് വി മൂവ് ടു കാൽഗരി, ആൽബർട്ട ഫോർ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്. സെയിം തിങ്. എന്റെ കേസിലും ഞാൻ വന്നിറങ്ങിയത് ടൊറന്റോയിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ സെന്റിനൽ കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കോവിഡിന്റെ സമയം വന്നപ്പോഴേക്കും ജോലിയുടെ ആവശ്യത്തിനായിട്ട് മറ്റേതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വിക്ടോറിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മൂവ് ചെയ്തു, വിച്ച് ഇസ് ഇൻ ബ്രിട്ടീഷ് കൊളംബിയ. അത് കഴിഞ്ഞിട്ട് ഫൺ ഫാക്ട്, വിക്ടോറിയ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ആരെങ്കിലും ഗൂഗിള് നോക്കിക്കഴിഞ്ഞാൽ, മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ യെസ്, അതിന്റെ ഒരു ഷേപ്പ് ഉണ്ട്, ഒരു കേരളത്തിന്റെ പോലെയാണ്. അതിന്റെ ഒരു വെതറും അങ്ങനത്തെയാണ്. മച്ച് സ്നോ. കാരണം ആ സിറ്റി സ്നോ ടേക്ക് ചെയ്യാൻ കേപ്പബിൾ അല്ല. അപ്പൊ കുറെ മഴയാണ്. നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ADHD ഉണ്ടെന്ന്, ഇത് കണ്ടില്ലേ? ഇതാണ് ലൈവ് എക്സാമ്പിൾ. ഇനി വിക്ടോറിയെ പറ്റി പറഞ്ഞു പോകില്ല, അത് വേണ്ട, അത് വേണ്ട. അപ്പോ അങ്ങനെയാണ്, അങ്ങനെ വിക്ടോറിയയിലാണ് ജോസോട്ടം വന്നത്. വിക്ടോറിയയിലേക്ക് എത്തിപ്പെട്ടു. അതുകൊണ്ട് പിന്നെ കാൽഗരി എത്തി. പക്ഷെ നമുക്കിപ്പൊ നിന്റെ കഥ വെച്ച് തുടങ്ങാം. എങ്ങനെയാണ്, എന്തൊക്കെയായിരുന്നു ലൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തിയതും, ലൈക്ക് സുധൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ എങ്ങനെയാണ് കാനഡയിൽ എത്തിയത്? അയ്യോ, അത് പറയണെങ്കിൽ മുമ്പ് ഒന്നിട്ട് പറയണോ? പറഞ്ഞോ. അങ്ങനെ പറയാം. അത് ചിലപ്പോ ബോറടിക്കോ? ഇല്ല, എന്തായാലും പറയാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലൈക്ക് ഐ ആം ബേസിക്കലി ഫ്രം പാലക്കാട്, വടക്കഞ്ചേരി എന്നാണ് ഞാൻ വരുന്നത്. വിച്ച് ഈസ് വടക്കഞ്ചേരി ഇൻ ബിറ്റ്വീൻ പാലക്കാട് ആൻഡ് തൃശ്ശൂർ ബോർഡറിലാണ്. ഞാൻ +1 +2 ഒക്കെ വടക്കഞ്ചേരി പഠിച്ചു. പാലക്കാട് തന്നെ പഠിച്ചു. അതിനുശേഷം പഠിത്തം കഴിഞ്ഞിട്ട് ലൈക്ക് ഐ വാണ്ടഡ് ടു എന്താണ് പറയാ, ഏവിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യണം തന്നെയായിരുന്നു. വിച്ച് ഈസ് മൈ അൾട്ടിമേറ്റ് ഡ്രീം. ഇപ്പോഴും എന്റെ അൾട്ടിമേറ്റ് ഡ്രീം അങ്ങനെ തന്നെയാണ്. ഐ വാണ്ടഡ് ടു ബി പൈലറ്റ്. തുടക്കത്തില് ആ സമയത്ത് +2 കഴിഞ്ഞ സമയത്ത്. അപ്പോ അതായിരുന്നു അംബിഷൻ. പൈലറ്റ് ആഗ്രഹമായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് അച്ഛൻ്റെ ഒപ്പം ഞാനിങ്ങനെ അച്ഛൻ യാത്ര ചെയ്യുന്ന സമയത്ത്, അച്ഛൻ്റെ ഒപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ എയർപോർട്ടിൽ വെച്ചിട്ട് പൈലറ്റിനെ കണ്ടപ്പോൾ ലൈക്ക് ഐ ഗോട്ട് ഫാസിനേറ്റഡ്. കാരണം എന്താ വെച്ചാൽ ഒരു പുതിയ അടിപൊളി കോട്ട് ട്രാവൽ നടക്കുമ്പോ ഇങ്ങനെ ആൾക്കാരൊക്കെ വഴി മാറി കൊടുക്കുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ ഞാൻ ഇവരാണ് കൊള്ളാലോ. പണ്ടാട്ടോ ലൈക്ക് ഞാൻ പണ്ട് ഒരു 6 പഠിക്കുന്നത്. അപ്പൊ അതിൽ പൈലറ്റിന്റെ ചെറിയ ആഗ്രഹമുണ്ട്. അപ്പൊ 10 കഴിഞ്ഞ് +2 കഴിഞ്ഞപ്പോ 10 കഴിഞ്ഞ് പോവായിരുന്നു. പക്ഷെ എനിക്ക് അറിയത്തില്ലായിരുന്നു 10 കഴിഞ്ഞാൽ പോകാൻ പറ്റും. അപ്പൊ +2 കഴിഞ്ഞിട്ട് ഐ വാസ് ലൈക്ക് ഓക്കെ, നമുക്കെല്ലാം പോയി നോക്കാന്നുള്ളൊരു ചിന്ത വന്നു. ആൻഡ് ദെൻ ഐ അപ്രോച്ച്ഡ് മൈ അച്ഛൻ. ആൻഡ് അച്ഛൻ വാസ് ലൈക്ക് നോ. കാരണം ഇറ്റ് കോസ്റ്റ് ലോട്ട് ഓഫ് മണി. ഒരുപാട് പൈസ ചെലവുള്ള ഒരു പരിപാടിയാണ് നാട്ടിലെ സംബന്ധിച്ച് പൈലറ്റ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത് നടക്കത്തില്ല. അപ്പോ അത് മാത്രമല്ല, അച്ഛൻ അപ്പോ കുറെ പേരോട് ചോദിച്ചപ്പോ തന്നെ അച്ഛന്റെ ഫ്രണ്ട്സ് കുറെ പേര് പറഞ്ഞു നോ, അത് വിട്ടരുത്, കാരണം ഡിഗ്രി ഇല്ലാതെ ഈ കാലത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എല്ലാവരും പറയുന്ന ഒരു ക്ലേഷ്യസ് ആണ്. അച്ഛൻ പറഞ്ഞു ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, എന്നാ പിന്നെ ഞാൻ വിചാരിച്ചെന്നാ ഏവിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് എനിക്ക് തോന്നി. ആൻഡ് അപ്പോൾ തന്നെ എനിക്ക് ഈ വീട്ടുകാരോട് ചെറിയൊരു ദേഷ്യമുണ്ട്. അപ്പൊ എനിക്ക് വീട്ടിൽ നിൽക്കണ്ട എന്നുള്ള സെറ്റപ്പ്. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ബാംഗ്ലൂർ സിനിമ ഇറങ്ങി. ഐ ആം ഗോയിങ് ടു ബാംഗ്ലൂർ വാട്ട് എ റോക്കിംഗ് സിറ്റി ആണെന്നൊക്കെ ദുൽഖർ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ ബാംഗ്ലൂർക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പാരന്റ്ലി എൻ്റെ അങ്കിളും ആൻറ്റിയും ഹൊസൂരിൽ താമസിക്കുന്നുണ്ട്. ആൻഡ്
they are settled in Hosur. അപ്പൊ അങ്കിൾ അവിടെ ബിസിനസ് ഒക്കെ ആയിട്ട് they been living in Hosur for a very long time. അവർ അവിടെ തന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റിൽഡ് ആണ് ഫുൾ. ബാംഗ്ലൂർ പോകാൻ കുഴപ്പമില്ല. Hosur is near and they do all their operations in Bangalore it seems. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ I was looking all these colleges which is എന്റെ ഏവിയേഷൻ ആയിട്ട് ബന്ധപ്പെട്ട all colleges നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് there was this college called Hindustan Aviation Academy. അപ്പോൾ I wanted to do something in aviation, ഡിഗ്രി എടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു why not ബിടെക്കിന് എടുക്കാം. കാരണം ഞാൻ പഠിച്ചത് മറ്റേ സയൻസ് ആണ് എടുത്തത് പ്ലസ് 2. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ബിടെക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് കണ്ടു. ഞാൻ വെച്ചു പിന്നെ നോക്കിയപ്പോൾ അബ്ദുൽ കലാം ഒക്കെ പഠിച്ചത് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ആണ് അത്ര. അപ്പോൾ ഞാൻ വിചാരിച്ചു അബ്ദുൽ കലാം ഒക്കെ ആയാലോ, വടക്കഞ്ചേരിയിലെ ചെറിയ അബ്ദുൽ കലാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വന്നപ്പോൾ എൻ്റെ അങ്കിളുടെ ഗിരി അങ്കിളുടെ ഒരു ഫ്രണ്ടാണ് ഈ KC സാമുവൽ വിച്ച് ഇസ് ഡയറക്ടർ ഓഫ് ഹിന്ദുസ്ഥാൻ ഏവിയേഷൻ അക്കാദമി. ലൈക്ക് ദേ ഹാവ് സീൻ ഈച്ച് അതർ ഇൻ ക്ലബ്. അവരുടെ ലയൺസ് ക്ലബിലോ റോട്ടറി ക്ലബിലോ അപ്പൊ ഉണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ പിന്നെ പൊതുവെ എന്നെ ഞാൻ പ്ലസ് 2 വരെ വീട്ടിലിരുന്നിട്ട് എന്നെ പുറത്ത് അങ്ങനെ പെട്ടെന്ന് വിടത്തില്ലായിരുന്നു. പക്ഷെ അങ്കിളും അമ്മായി അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അച്ഛൻ മനസ്സിലൊക്കെ ഓക്കെ ഗോ പൊയ്ക്കോ കുഴപ്പമില്ല, നോക്കാൻ ഒരാൾ ലോക്കൽ ഗാർഡിയൻ ഉണ്ടല്ലോ എന്നുള്ള സെറ്റപ്പില് ലൈക്ക് ഓക്കെ. പിന്നെ അപ്പരന്റ് ഇത് ഫ്രണ്ടും കൂടെ ആയ സമയത്ത് പിന്നെ എനിക്കൊന്നും നോക്കാനില്ല. ആ കോളേജിനെ പറ്റി കേട്ടു, എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ആണ്, പഠിച്ചാൽ മാത്രം മതി എന്നുള്ളൊരു തോട്ട് പ്രോസസ് വന്നപ്പോൾ ഞാൻ ഓക്കെ വൈ നോട്ട് നമുക്കത് പോവാന്നുള്ളൊരു ഇതിലായി. പിന്നെ ഞങ്ങൾ കോളേജ് കാണാൻ പോയി. കോളേജ് കണ്ടപ്പോൾ ചെറിയൊരു കോളേജ്, അതായത് ഒരു ബിൽഡിംഗ് പറ്റുള്ളൂ. നമ്മുടെ ഈ ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് എത്ര ഉള്ളൂ. അപ്പോ എനിക്കൊന്നും ഈ ഒരു ബ്ലോക്ക് 2 ബ്ലോക്ക് മാത്രമേ ഉള്ളൂ, അംഗീകരിക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചിട്ട് എന്ത് ഇത്ര ചെറുതാന്ന് ചോദിച്ചപ്പോ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ പുതിയൊരു ബിൽഡിംഗ് അപ്പുറത്ത് കെട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. ഫൺ ഫാക്ട്, ഇതുവരെയായിട്ട് ആ ബിൽഡിംഗ് കെട്ടി കഴിഞ്ഞിട്ടില്ല, അതിപ്പോഴും അങ്ങനെ തന്നെ. പക്ഷെ ആ കോളേജിന്റെ ഫ്രണ്ടില് ഒരു ലിയർ ജെറ്റ് കിടപ്പുണ്ട്, ഒരു എയർപ്ലെയിൻ. അപ്പൊ ഓക്കെ these people are working in planes. പിന്നെ ഹിന്ദുസ്ഥാൻ ഏവിയേഷൻ അക്കാദമി ആൻഡ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് വിച്ച് ഇസ് HAL, അത് രണ്ടും അടുത്തടുത്താണ്. ഐ തോട്ട് ദേ ആർ സംഹൗ റിലേറ്റഡ്. പക്ഷെ റിലേറ്റഡ് അങ്ങനെയൊന്നും ഇല്ല, പക്ഷെ അങ്ങനെ ഞാൻ വിചാരിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ വൈ നോട്ട് എന്നാൽ ഇവിടെ തന്നെ പഠിക്കാം. പിന്നെ പുതിയ ബിൽഡിങ്ങോട്ട് വരുമ്പോൾ നമ്മൾ മാറുമല്ലോ, ക്യാമ്പസ് ലൈഫ് ഒക്കെ അടിപൊളിയാവും. പുതിയ ബിൽഡിംഗ് വലുതാന്ന് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ചോദിക്കാം ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ജോയിൻ ചെയ്തു. ആദ്യമൊക്കെ ഹോസ്റ്റലിലൊക്കെ ആയിരുന്നു, അല്ല ആദ്യം കോളേജ് ഹോസ്റ്റലിലായിരുന്നു. പിന്നെ ഞാൻ ഒരു വർഷം കഴിഞ്ഞപ്പോൾ റൂം എടുത്തു. എല്ലാ ബാംഗ്ലൂർ പഠിക്കുന്ന പിള്ളേരെ പോലെ സെക്കൻഡ് ഇയർ ആകുമ്പോൾ റൂം എടുത്തു. ആൻഡ് 4 years അവിടെ പഠിച്ചു. 5th year ഒരു 6-7 മാസത്തോളം അവിടെ നിന്നിട്ട് അതിന് ശേഷം കേരളത്തിലോട്ട് വരും. ബാംഗ്ലൂരിന് വിട പറഞ്ഞു. പിന്നെ ഐ ഹാഡ് മൈ ബെസ്റ്റ് ടൈംസ് ഇൻ ബാംഗ്ലൂർ. എന്താ പറയാ, അടിപൊളിയായിരുന്നു. പഠിക്കുന്ന സമയത്ത് പ്ലാൻ ഉണ്ടായിരുന്നു പുറത്തേക്ക് വരണം? അയ്യോ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വേറൊരു കാര്യം എന്താണെന്നറിയോ, ഞാൻ ഈ പഠിത്തം ഫസ്റ്റ് ഇയർ ഞാൻ പഠിച്ചു. ഫസ്റ്റ് ഇയർ കഴിഞ്ഞ സമയത്ത് ആദ്യത്തെ സെമസ്റ്റർ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ, സത്യം പറയാലോ നല്ല മാർക്ക് ഉണ്ടായിരുന്നു, എനിക്ക് അടിപൊളി മാർക്കൊക്കെ ഉണ്ടായിരുന്നു. സെക്കൻഡ് സെമസ്റ്റർ എത്തിയപ്പോഴേക്ക് എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് ഇഷ്ടമുള്ള പരിപാടി അല്ല എന്ന് മനസ്സിലായി. നമുക്ക് ഇഷ്ടമില്ലാത്ത പരിപാടി നമ്മൾ പഠിക്കുന്ന മനസ്സിലായി, നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. അപ്പൊ എനിക്കത് ഇഷ്ടമില്ലാതെ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ കുറച്ചിങ്ങനെ നോക്കി കഷ്ടപ്പെട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ ഫിനിഷ് ചെയ്യാന്ന് വെച്ചു. അപ്പോഴാണ് ഞാൻ എൻ്റെ കോളേജിൽ വേറൊരു കാര്യമുണ്ട്, 2 year പഠിച്ച് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് അഡ്വാൻസ് ഡിപ്ലോമ ഇൻ എയറോനോട്ടിക്സ് എന്ന സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു 1-2 year ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതിന് ശേഷം പിന്നെയും പൈലറ്റിന്റെ പരിപാടിക്ക് പോവാം അച്ഛനോട് പറഞ്ഞിട്ട് വിചാരിച്ചിട്ട്. പിന്നെ അപ്പൊ 2 year എങ്ങനെയും കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആയി. 3rd year ഒന്നും ഞാൻ പഠിച്ചിട്ടേ ഇല്ല, 3rd year പഠിച്ചിട്ടില്ല, അയ്യോ മോശമായിരുന്നു. എന്നിട്ട് 4th year ആകുമ്പോ പിന്നെ ഞാൻ അപ്പൊ എന്റെ മൈൻഡിൽ പിന്നെ കയറി പഠിച്ചാൽ മാത്രം സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അപ്പൊ ഞാൻ 4th year ആകുമ്പോഴേക്കും എല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം ഞാൻ വീട്ടിൽ ഒന്നുകൂടെ അവതരിപ്പിച്ചപ്പോഴും ദേവർ ലൈക്ക് നോ കംപ്ലീറ്റ് 4 കൊല്ലം കംപ്ലീറ്റ് ചെയ്യൂ. അപ്പോഴേക്ക് വരുന്നുകൊണ്ടില്ല. അപ്പോഴേക്കും അച്ഛൻ്റെ ഏതൊരു ഫ്രണ്ടിന്റെ മോൻ ആക്ച്വലി പൈലറ്റ് ആകാൻ പഠിച്ചിട്ട് ഹി ഹാസ് കം ഹോം. അപ്പൊ അവർക്ക് നോക്കുന്ന സമയത്ത് ഇത് പഠിച്ചിട്ട് ഇതിൽ ഫ്യൂച്ചർ ഇല്ലാന്ന് തോന്നിയിട്ടുണ്ടാവും. ഐ കൺ നോട്ട് കംപ്ലൈന്റ്. ഇപ്പൊ പിന്നെ ഇറ്റ് വാസ് ബ്രോ ഇറ്റ് കോസ്റ്റ് ലോട്ട് ഓഫ് മണി ടു. അപ്പൊ ഞാൻ അവരോട് ഇങ്ങനെ പൈസ ചോദിക്കുമ്പോ ആ സമയത്ത് എനിക്ക് നാണോ മനൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോ റെട്രോസ്പെക്ട് ആയപ്പോൾ ചിന്തിച്ചു നോക്കുന്ന സമയത്ത് ഇവ ഭയങ്കര ബോറാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഐ ഹാഡ് ഗിവൻ വെരി ഹാർഡ് ടൈം ടു മൈ അച്ഛൻ ആൻഡ് അമ്മ ആസ്കിങ് എനിക്ക് പൈലറ്റ് ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അപ്പൊ അവരുടെ ഷൂന്ന് ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ ചിന്തിക്കുമ്പോൾ വിച്ച് വാസ് റിയലി ബാഡ്. അപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ 2 കൊല്ലം കഴിഞ്ഞിട്ട് അത് പ്ലാൻ ചെയ്തു. പിന്നെ അത് നടന്നില്ല. പിന്നെ 3 year ഞാൻ അട്ടപടലം കുഴപ്പി. ഐ ഹാഡ് ഓൺലി 2% അറ്റൻഡൻസ്, ക്ലാസ്സിൽ പോയിട്ടില്ല. പിന്നെ ഐ ഹാഡ്
ബെസ്റ്റ് സെറ്റ് ഓഫ് ഫ്രണ്ട്സ്. എന്റെ കൂടെയുള്ള എല്ലാവരും എന്നെ പോലെ തന്നെയായിരുന്നു. ലൈക്ക് എനിക്ക് എപ്പോഴും നല്ല കൂട്ടുകാരുണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഉണ്ട്. അപ്പൊ എന്തിനും നമുക്ക് എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരുപാട് കൂട്ടുകാരന്മാർ എപ്പോഴും കൂടെയുള്ളതുകൊണ്ട് എനിക്ക് ദുഃഖങ്ങൾ അങ്ങനെയൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. അയ്യോ, ഓൾവേസ് ഗുഡ് ഫ്രണ്ട്സ്. ഐ എം ബ്ലെസ്ഡ് ടു ഹാവ് വെരി ബ്യൂട്ടിഫുൾ ഫ്രണ്ട്സ് അറൗണ്ട് മീ. അപ്പൊ അവരാണെങ്കിലും എന്തിനും സപ്പോർട്ടാണെങ്കിലും. അപ്പൊ തേർഡ് ഇയർ ഞങ്ങൾ ആരും കോളേജിൽ പോയില്ല, ഞങ്ങൾ അങ്ങനെ തന്നെ വീട്ടിലൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്ത്. പിന്നെ ഫോർത്ത് ഇയർ ആകുമ്പോഴേക്കും നമുക്ക് ആ സാധനം കിക്ക് ചെയ്ത് തുടങ്ങി. യു ഹാവ് ടു ഡു സംതിങ്. പൈസ ചെയ്തില്ലെങ്കിൽ വൈകി പോകുമോ അങ്ങനെയൊക്കെ ചിന്തിച്ചു ഇടയ്ക്ക് ഞാൻ കുറെ കാറ്ററിംഗ് പോയിട്ടുണ്ട്. ഇപ്പൊ ചിന്തിക്കുമ്പോ ഐ ഹാവ് ഡൺ ഫ്യൂ ചെറിയ ചെറിയ ജോലികളൊക്കെ. പക്ഷെ ഒന്നും പൈസ ഒന്നും അത്ര പിന്നെ അത്ര എനിക്കറിയില്ല, അതൊന്നും ആ സമയത്തൊന്നും അത്ര വർക്കൗട്ട് ആയില്ല. പിന്നെ ഞാൻ വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു. അപ്പൊ അച്ഛൻ ആക്ച്വലി നാട്ടില് അച്ഛൻ ആക്ച്വലി ഹാസ് എ ബിസിനസ്. അപ്പോ അച്ഛൻ്റെ ഒപ്പം തന്നെ ആ ബിസിനസ് നോക്കി നടത്തുന്നതായിരിക്കും അച്ഛന് ഇഷ്ടം ഞാൻ അവിടെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു 4 കൊല്ലം കഴിഞ്ഞിട്ട് അതിൽ ഗിവ് ട്രൈ, ഒരു വർഷം മറ്റേ അച്ഛൻ്റെ ഒപ്പം നിന്ന് നോക്കിയിട്ട് നമുക്ക് അത് എങ്ങനെ വർക്കാവോ നോക്കിയിട്ട് ഐ തിങ്ക് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആക്കി. ഫോർത്ത് ഇയർ ആകുമ്പോഴേക്കും ഐ കംപ്ലീറ്റഡ് ഓൾ മൈ പേപ്പേഴ്സ്, എവറിത്തിങ് അടിപൊളി, എല്ലാം കഴിഞ്ഞു, പ്രൊജക്ട് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഐ വാസ് വെരി സാഡ് ടു ലീവ് ബാംഗ്ലൂർ. പക്ഷേ വിട്ടേ പറ്റുള്ളൂ. പിന്നെ അപ്പോഴേക്കും എന്തോ ഇതിൽ വേറെ റിയലൈസേഷൻ എങ്ങനെയാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോർത്ത് ഇയർ ആകുമ്പോഴേക്കും എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ ക്ലാസ്സിൽ 2 മലയാളികൾ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും എന്റെ ഒരു ഫ്രണ്ട് മാത്രം ഉണ്ടായിരുന്നുള്ളൂ, ആന്റണി മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഫ്രം ഔട്ട്സൈഡ് ആയിരുന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ലൈക്ക് ദീസ് പീപ്പിൾ ആർ റിയലി ബ്രില്യന്റ്. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്നത് എയറോസ്പേസ് എടുക്കുന്നത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായോ. കാരണം എയറോസ്പേസ് എടുക്കുന്നതിൽ ടിപ്പിക്കലി ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാടിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവര് ഫോർത്ത് ഇയർ ഒന്നും ഇവര് ക്ലാസ്സിക്ക് വരത്തില്ല. ദേ സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ഫോർ ഗേറ്റ് എക്സാം. ഗേറ്റിന് പ്രിപ്പയർ, ദേ വാണ്ടഡ് ടു ഗെറ്റ് ഇൻടു IIT. അപ്പോ എല്ലാവരും ഈ ഫോർത്ത് ഇയർ ക്ലാസ്സിൽ വരുന്നത് IITക്ക് പഠിക്കും. ഞാൻ വിചാരിക്കുന്നത് ചില്ല് ചെയ്യണം എല്ലാം. അപ്പൊ ഞാൻ വെച്ചു ഉമ്മാരെ ക്ലാസ്സിൽ പോയി, ഞാൻ ക്ലാസ്സിൽ കയറാം, ഞാൻ ക്ലാസ്സിൽ പോകില്ല, ഞാൻ വെറുതെ വീട്ടിലിരിക്കും. പക്ഷെ ഉമ്മാരെ IITക്ക്. പിന്നെ ഫോർത്ത് 7th സെമസ്റ്റർ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് മോസ്റ്റ് ഓഫ് ദം ഗോട്ട് ഇൻടു IIT ഓൾറെഡി. പഠിത്തം കഴിയുമ്പോഴേക്കും അവര് IIT കയറി. IIT ബോംബെ അവിടെയൊക്കെ പറഞ്ഞിട്ട് അവര് കയറി. അപ്പൊ ഞാൻ ഇവര് ബ്രില്യന്റ് ആണ്, ഞാൻ ഐ എം നോട്ട് ദാറ്റ് ബ്രില്യന്റ്. അപ്പൊ ഞാൻ ട്രൈ ചെയ്യണില്ല പഠിക്കാൻ, ശ്രമിച്ചില്ല. എന്നാലും അത്ര ബ്രില്യന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ. അത് സീന IITയിലൊക്കെ കയറാന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ അപ്പൊ ഞാൻ ആ പ്ലാൻ മനസ്സിലായി, ഇത് നമ്മളെ കൂടെ അങ്ങനെ അത്ര വർക്കൗട്ട് ആവില്ല എന്ന് മനസ്സിലായില്ല. ഇല്ല അങ്ങനെ തോന്നി. അപ്പൊ ഞാൻ IITയില് IIT അപ്പൊ മനസ്സിലായപ്പോ ഞാൻ നാട്ടിൽ അച്ഛന്റെ വഴി എന്നെ പിന്തുടരാമെന്ന് പറഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് 2-3 മാസം ബാംഗ്ലൂരിൽ നിന്നിട്ട് 24/7 അങ്ങനത്തെ കുറച്ച് BPA ജോലികളൊക്കെ നോക്കി. അതിന് ശേഷം ഞാൻ മറ്റേ നാട്ടിലേക്ക് തിരിച്ചു പോയി. പെട്ടിങ്ങടക്കി എടുത്ത് നാട്ടിൽ പോയി, റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. നാട്ടിൽ പോയതിന് ശേഷം അച്ഛൻ്റെ ഒപ്പം ഞാൻ നിന്ന് നോക്കി. ആൻഡ് അതും വർക്കൗട്ട് ആവില്ല. അതൊന്നും അറിയോ? അതൊന്നും സംഭവം പറയാം. എനിക്ക് അതിനുള്ള പ്രത്യേക കാരണമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ സെൽഫ് ബിൽഡാണ്. അപ്പൊ അച്ഛനായിട്ടല്ല, അച്ഛൻ തന്നെയായിട്ട് എല്ലാം ഉണ്ടാക്കി, അച്ഛൻ തന്നെ എല്ലാം ആയിട്ട് വന്ന് ഇപ്പൊ ഒരു നിലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അച്ഛന്റെ ശരികൾ എന്ന് പറഞ്ഞാൽ അച്ഛന്റെ മാത്രമേ ശരികളാണ്. എല്ലാവർക്കും റിലേറ്റ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഐ ഡൗട്ട്. അപ്പോ ഞാൻ പെട്ടെന്നൊരു മില്ലിനിയല് ഞാൻ എൻ്റെ ഒരു പ്രായത്തിൽ ഞാൻ ഓരോന്ന് പറയുമ്പോൾ അച്ഛൻ അത് ഇഷ്ടമാവണമെന്നില്ല, അച്ഛൻ പറയണത് എനിക്ക് ഇഷ്ടമാവണമെന്നില്ല. അപ്പൊ ഞങ്ങൾ രണ്ടിന്റെ ഫ്രിക്ഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ അച്ഛൻ്റെ ഒപ്പം നിന്ന് നോക്കുമ്പോഴും എനിക്കത് അധികം എനിക്ക് അവിടെ എന്തോ ഒരു സ്വാതന്ത്ര്യക്കുറവ് പോലെ എനിക്ക് തോന്നി. ഇനി അതല്ല എല്ലാവർക്കും ആ ഒരു പ്രായത്തിൽ തോന്നുന്ന പല കാര്യം. ആ സമയത്ത് ഞാൻ ചിന്തിച്ച സമയത്ത് ഞാൻ ചിന്തിക്കുന്നത് എന്താ, എൻ്റെ ഒരു മൈൻഡ് സെറ്റും അച്ഛൻ്റെ മൈൻഡ് സെറ്റും വളരെ ഡിഫറെന്റ് ആണെന്നാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ അച്ഛൻ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ചെയ്യുന്നത് അച്ഛൻ പണ്ട് ചെയ്ത കാര്യങ്ങളാണ്, ഞാൻ അച്ഛൻ തന്നെയാണെന്നാണ് ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് അതാ. പക്ഷെ ആ സമയത്ത് എന്ത് എക്സാമ്പിൾ പറയട്ടെ, ഞാനിങ്ങനെ പണ്ട് അച്ഛൻ യാത്രയൊക്കെ സമയത്ത് ഫോണില് വെരി സില്ലി എക്സാമ്പിൾ ആണ്, പക്ഷെ എന്നാലും ഈ വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് പാട്ടൊക്കെ ഉറക്കം വയ്ക്കും. അപ്പൊ അച്ഛൻ അച്ഛൻ വണ്ടി ഓടിക്കുമ്പോ കമ്മിയൊക്കെ ആക്കും. അച്ഛൻ എന്ത് ഒരു വൈബില്ലാത്ത അതൊക്കെ. ഇപ്പൊ ഞാൻ മുന്നോട്ട് പുറത്തോണ്ട് സമയത്ത് മിന്നു ശബ്ദം കേൾക്കും, മിന്നു സൗണ്ട് കേൾക്കും. അപ്പൊ എനിക്ക് ഇത് അച്ഛനില്ലേ ഞാനും അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് അത്. ഒരു സമയത്ത് ആ ഒരു പ്രായത്തിൽ എല്ലാ മക്കൾക്കും തോന്നുന്ന ഒരു കാര്യമാണ്
നമ്മൾ എൻ്റെ ഫ്രിക്ഷൻ ഞാൻ അച്ഛനും ഒത്തു പോകുന്നില്ല എന്നുള്ളത്. പക്ഷേ നമ്മൾ വളർന്നു വരുന്ന നമ്മുടെ അച്ഛനായിട്ട് തന്നെയാണ്. ലൈക്ക് അതാണ് അതിന്റെ ഒരു പൊരുള്. അപ്പോ അച്ഛനായിട്ട് കുറച്ച് നടന്നൊക്കെയപ്പോ അച്ഛന്റെ ആയിട്ട് എത്ര വർക്കൗട്ടാണ്. പിന്നെ എന്റെ ഏട്ടന്മാരുണ്ട്, സുബിയേട്ടനും പ്രദീപേട്ടനൊക്കെ. അപ്പൊ സുബിയേട്ടന്റെ കടയുണ്ട്, സുബിയേട്ടൻ ഏതാണ് ഷോപ്പ്. അപ്പൊ സുബിയേട്ടന്റെ കടയിൽ കുറെ നിന്ന് നോക്കി എൻ്റെ കൈൻഡ് ഓഫ് ക്രാക്ക് ഇട്ടത് എങ്ങനെ വർക്ക് സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യണമെന്നൊക്കെ മനസ്സിലാക്കി. അപ്പോഴേക്കും ഐ വാസ് ലൈക്ക് ഓക്കെ, ഇത് എനിക്ക് പറ്റുന്ന പരിപാടി അല്ല എന്ന് എനിക്ക് എന്തോ ആ സമയത്ത് തോന്നി. ഐ വാണ്ടഡ് ടു ഗോ അബ്രോഡ് ഫോർ സം റീസൺ, ഐ ഡോണ്ട് നോ വൈ. പെട്ടെന്നൊരു ചിന്ത വന്നു എനിക്ക് പുറത്തു പോയേക്കുള്ള. ആ സമയത്ത് ട്രെൻഡിങ് വന്ന സമയമായിരുന്നു, ട്രെൻഡിങ് ആയിട്ടില്ല, അത്ര ആയിട്ടില്ല. പക്ഷെ ഞാൻ വീട്ടിലിരിക്കുമ്പോ ലൈക്ക് ഒന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ എന്നൊരു തോട്ട് പ്രോസസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പുറത്ത് പോവാന്നുള്ളൊരു പ്ലാനായി. അപ്പൊ പക്ഷെ അച്ഛൻ ഡസൻ വാങ്ങി വീട്ടിൽ പോകും, അച്ഛന് പോണ്ട, കാനഡയോ ന്യൂസിലാൻഡോ ഓസ്ട്രേലിയ ഒന്നും പോകണ്ട. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഓക്കെ ഞാൻ പോകും. ആ സ്ഥലം വന്നു. ഞാൻ എന്നിട്ട് ഞാൻ സ്വയം റിസർച്ച് ചെയ്യാൻ തുടങ്ങി, വേർ ടു ഗോ, വാട്ട് ടു ഡു, അങ്ങനെ കുറെ കാര്യങ്ങൾ, ഏത് രാജ്യം ചൂസ് ചെയ്യാമെന്നൊക്കെ കുറെ റിസർച്ച് ചെയ്തു. ആൻഡ് ഐ ഹാഡ് ഫ്യൂ കൺട്രീസ് ഇൻ മൈ മൈൻഡ്, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ ആൻഡ് കാനഡ. അങ്ങനെ 3 രാജ്യങ്ങളായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഓസ്ട്രേലിയയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. എൻ്റെ ഫ്രണ്ട് ആക്ച്വലി ഓസ്ട്രേലിയ ഇപ്പോൾ റെഡി ആയിരുന്നു. പക്ഷെ ഫ്രണ്ട് പറഞ്ഞു അവിടെയൊക്കെ കുറച്ച് അവിടെ നമുക്ക് നിങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന്, ലൈക്ക് സ്റ്റേ ബാക്കും PR ഒക്കെ കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ ആരോ പറഞ്ഞു. അപ്പൊ പിന്നെ I was like ഓക്കെ ഓസ്ട്രേലിയ അപ്പൊ എന്തായാലും IELTS എഴുതണം എന്ന് ചിന്തിച്ചു. അപ്പൊ I was like ഓക്കെ ഞാൻ IELTS എഴുതാമെന്ന് പറഞ്ഞിട്ട് IELTS എഴുതി. ആൻഡ് ഐ ഹാഡ് ഇനഫ് മാർക്സ് ഫോർ എവറി കൺട്രി. അപ്പൊ എനിക്ക് ചൂസ് ചെയ്യായിരുന്നു ഏത് കൺട്രി ആണെന്നുള്ളത്. അപ്പൊ ഞാൻ IELTS ചെയ്തിട്ട് ഞാൻ ന്യൂസിലാൻഡ് ചിന്തിച്ചു. പിന്നെ I was like പൈലറ്റിനായാലോ ഒന്നുകൂടെ ചിന്തിച്ചു. പിന്നെ ഞാൻ പൈലറ്റിനെ അവിടെ എവിടെയും കിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ I was like എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ആണല്ലോ ഞാൻ പഠിച്ചത്, ബാച്ചിലേഴ്സ് ഇൻ എയറോസ്പേസ് എഞ്ചിനീയറിംഗ്. പക്ഷേ I was like ഏവിയേഷനിൽ തന്നെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ there is this college in Ontario called Confederation College in Thunder Bay, Ontario. അപ്പോൾ പഠിച്ചത് എയറോസ്പേസ് മാനുഫാക്ചറിങ് എഞ്ചിനീയറിംഗ് ടെക്നീഷ്യൻ പ്രോഗ്രാം. പേര് കേട്ടത് ഞാൻ ഫ്ലാറ്റ് ആണ്, ഹെഡ് ഓവർ ഹീൽസ് അവിടെ വീണ്. ഞാൻ ലൈക്ക് ഓക്കെ ഐ എം ഡൂയിങ് ഇറ്റ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നില്ല എന്തോ വലിയ സാധനമാണെന്ന്. 2 വർഷത്തെ പ്രോഗ്രാം ആയിരുന്നു. 3 വർഷം എടുത്ത ടെക്നോളജിസ്റ്റ് കിട്ടും. ഞാൻ ടെക്നോളജി എടുത്ത് 2 വർഷത്തെ പ്രോഗ്രാമിന് വേണ്ടി I was like ഓക്കെ ഐ എം ഗോയിങ്. അപ്പോൾ ഇത് കോഴ്സ് കണ്ടു. ഇതിനു മുമ്പ് ഞാൻ I was like എയിം ചെയ്യാന്ന് വെച്ചു എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ നോവാ സ്കോഷ്യ ഒരു കോളേജ് ഉണ്ട് സിഡ്നിയില്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മിഥുൻ എന്ന് പറഞ്ഞിട്ട്, ഈ വാസ് ഇൻ നോവാ സ്കോഷ്യ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇത് നല്ല കോളേജ് ഉണ്ട്, അവർക്ക് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്തു. അതിന് എനിക്ക് റിസൾട്ട് ആ സമയത്തൊന്നും വരുന്നില്ല, ഭയങ്കര ലാഗ് അടിക്കുന്ന ആപ്ലിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുവരെ ഞാൻ ഏജൻസി ഒന്നും കണ്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ എന്തെല്ലാം IELTS കിട്ടി, എല്ലാം കിട്ടി. കോളേജ് ഞാനപ്പോൾ നോക്കിയാൽ കോൺഫെഡറേഷനും കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ഏജൻസിയിൽ പോയി വിസ പ്രോസസ് നോക്കാം. ഏജൻസി പോയി ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അവർ എനിക്ക് വേറൊരു കോളേജിലും കൂടെ അവർ സജസ്റ്റ് ചെയ്യാൻ തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവരെന്നെ വിസ പ്രോസസ് അവർ ചെയ്തു തന്നു. എല്ലാ കോളേജിലോട്ട് എല്ലാം അപ്ലൈ ചെയ്തത് ഞാനാണ്. വിസ പ്രോസസ് മാത്രം അവർ ചെയ്തു തന്നു, ഏജൻസി ഹെൽപ്പ് ചെയ്തു. ആൻഡ് ഞാനിങ്ങനെ കറക്റ്റ് സെപ്റ്റംബർ 1, 2019 ഞാൻ കാനഡയിലെ ഒണ്ടാരിയോ തണ്ടർ ബേയിലെ കാലുകുത്തി. അങ്ങനെ അതൊരു ചരിത്രം. യെസ്. അപ്പോ അവിടെ കാരണം വിന്റർ ആണോന്ന് ചോദിച്ചാൽ വിന്റർ ഇല്ല, തണുപ്പുണ്ടോന്ന് വെച്ചാൽ കുറച്ച് തണുപ്പുണ്ട്, വെയിലുണ്ടോന്ന് വെച്ചാൽ അത്ര എന്നുള്ളതാണ്. കാരണം പകുതി മുക്കപ്പ ജനുവരി ഇൻടേക്കിൽ വരുന്ന കാനഡയിലോട്ട് വരുന്നത് എത്തിച്ചേരുന്നത് മഞ്ഞിലാണ് അല്ലേ. അപ്പോ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സമയമുണ്ട് അവിടെ വന്നിട്ടൊന്ന് ഓക്കെ അറ്റ്മോസ്ഫിയർ ഒക്കെ ഒന്ന് മനസ്സിലാക്കാനും എല്ലാത്ത സമയമുള്ളതുകൊണ്ട് I was like okay, which was very good. No regrets. എത്തിയതിനു ശേഷം 2 കൊല്ലം അവിടെ പഠിച്ചു. അതിനുശേഷം ഇങ്ങോട്ട് മൂവ് ചെയ്തു. കുഴപ്പമൊന്നുമില്ല. ലൈഫ് അങ്ങനെ ഈസി സിമ്പിൾ ഹമ്പിൾ ആയിട്ടൊക്കെ പോകുന്നു. അങ്ങനെ കാനഡയിലെത്തി. ജോസോടെ ഞാൻ ക്രിസ്മസിന് 2017 ക്രിസ്മസിന്റെ സമയത്താണ് 2017 ഞങ്ങള്. പക്ഷെ ആ ക്രിസ്മസ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിസ് ചെയ്തു. ഞാൻ 22nd ഇവിടെ എത്തി. അപ്പൊ അതെന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ മറ്റേ അപ്പോളോ ടയേഴ്സില് സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പഠിച്ചത് ഫിസാറ്റിലാണ്. ഫിസാറ്റിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്റ്റാളേഷൻ പഠിച്ചു. 2015 ഞാൻ ബിടെക് പാസ്സായി. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ മറ്റേ ഞാനും എന്റെ കൂട്ടുകാരന്മാരും കുറച്ച് നാൾ വെറുതെ ഇരുന്നു. ഒരു 6 മാസം എല്ലാവരും എൻജോയ് ചെയ്തു.
എല്ലാവരും ഒരു ദിവസം രാവിലെ എല്ലാവരും വീട്ടിൽ കൂടും, വെറുതെ ഇരിക്കും, നിങ്ങൾ എന്നിട്ട് തിരിയാൻ പോകും. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും കൂടെ ഉള്ളവർക്കൊക്കെ പയ്യെ പയ്യെ ഓരോ അപ്രന്റീസ് ജോലികളായി തുടങ്ങി. അങ്ങനെ അപ്പൊ ഒറ്റയ്ക്കായി. ഞാനും എന്റെ വേറെ കൂട്ടുകാരനും മാത്രം ഉണ്ടായിരുന്നുള്ളൂ, വിജയ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ അവനൊരു സെയിൽസ് ജോലി കണ്ടുപിടിച്ചു, ഞാനൊരു സെയിൽസ് ജോലി അതും കണ്ടുപിടിച്ചു. പക്ഷെ അത് 3 മാസത്തിനുള്ള കമ്പനി കൂട്ടിപ്പോയി. വിജയ് ശങ്കർ ആണോ? വിജയ് ശങ്കർ, അതെ അതെ, ഫോളോവർ ആണ്. അതെ, നമ്മുടെ ആത്മാർത്ഥമായ ഫോളോവർ. അപ്പൊ ഞാൻ എന്നിട്ട് ഇപ്പൊ ജോലിയൊന്നും കിട്ടണില്ല, ആകെ ഫ്രസ്ട്രേറ്റഡ് ആയി തുടങ്ങി. എല്ലാരും ചോദിച്ചു തുടങ്ങി, ലൈക്ക് എന്ന് വെച്ചാൽ നമുക്കിപ്പോ പരിപാടിക്കൊന്നും പോകാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയായി തുടങ്ങി. എന്ന് വെച്ചാൽ പുറത്തു പോകുമ്പോ എല്ലാരും ചോദിക്കും എന്തായി, ഒന്നും ആയില്ലേ, എല്ലാ കല്യാണത്തിന് പോകാൻ പറ്റണില്ല. നമുക്കിപ്പോ ഒരു ലൈക് പൊതുവെ ഒരു വേദിയിൽ, അതായത് പ്രായത്തിന് മൂത്ത ഒരു വേദിയിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായി തുടങ്ങി, ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പൊ അങ്ങനെയൊക്കെ വന്ന് പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എന്റെ ഒരു ഫ്രണ്ടിന്റെ അച്ഛൻ ഇങ്ങനെ അപ്പോളോ ടൈസിൽ വർക്ക് ചെയ്യണ്ടായിരുന്നു, പുള്ളിക്കാരൻ റെക്കമെൻഡ് ചെയ്തു. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് ആ ജോലി കിട്ടി. അതുപോലെ തന്നെ എനിക്ക് ആ സമയത്ത് ഒരു പോളിടെക്നിക്കിൽ പഠിപ്പിക്കാനും ഒരു ചാൻസ് കിട്ടി. ടീച്ചറാണ് ആയിരുന്നു, ഒരു ഗസ്റ്റ് ലെക്ചർ ആയിട്ട് കിട്ടാനുള്ള ഒരു ചാൻസ് കിട്ടി. അതും ഇതുപോലെ തന്നെ എന്റെ ഒരു കൂട്ടുകാരന് പോയ ചാൻസാ, ശ്രീരാജ് എന്ന് പറഞ്ഞ കൂട്ടുകാരന് പോയത്. അവൻ വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ എന്റെ പേര് പറഞ്ഞു, ചിലപ്പോ അവൻ ചെയ്യുമായിരിക്കും, ചോദിച്ചു നോക്കൂ, ടീച്ചറെന്ന് ചോദിച്ചു നോക്കും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എന്റെ പഴയ HOD എന്നെ വിളിച്ചു ചോദിച്ചു. ഞാൻ ആ സമയത്ത് ഒരു പണിയില്ലാതെ എന്ത് വേണേലും ചെയ്യാം, ടീച്ചറോ എന്ത് വേണേലും ചെയ്യാം, പ്യൂൺ വേണമെങ്കിൽ ആവാം, അതായിരുന്നു അവസ്ഥ. അപ്പൊ പണി തരും, അതായിരുന്നു, പൈസ മാത്രം കിട്ടിയാൽ മതി. ഇനിയിപ്പോ പണിയില്ലെങ്കിലും പൈസ കിട്ടിയാൽ മതി. അങ്ങനെ ജോലിയൊക്കെ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്റെ ഓൾമോസ്റ്റ് ഒരു ഓർമ്മ വെച്ച കാലം തൊട്ടേ എനിക്ക് പുറത്തേക്ക് പോകണം എന്നുള്ള ആഗ്രഹം. അമേരിക്ക എന്ന് പറഞ്ഞ ഒരു സ്വപ്നം അതങ്ങനെ. കാര്യം എന്റെ ഫാമിലിയിനകത്ത് എന്റെ ഫാദറിന്റെ സിസ്റ്റേഴ്സ് 2 പേര് അമേരിക്കയിലാണ്, ഒരാൾ കാനഡയിലാണ്. അപ്പൊ ഫാമിലി ഉണ്ട്. ഇതിനകത്ത് ഈ പറഞ്ഞ കാനഡയിലുള്ള ആന്റിയും അമേരിക്കയിലായിരുന്നു ആദ്യം വന്നത്. അപ്പൊ ഫാദറിന് 3 സിസ്റ്റേഴ്സും ഒരേ സമയത്ത് അമേരിക്കയിലുണ്ടായിരുന്നു. അപ്പൊ ഇവരെല്ലാം വന്ന സമയത്ത് അത് ഭയങ്കര ആഘോഷ സമയമാണ്. ലൈക്ക് ആ ഒരു മാസം ഭയങ്കര രസമുള്ള സമയമാണ്. കുറെ ഗിഫ്റ്റുകൾ കിട്ടും, കുറെ എല്ലാവരും ഒരുമിക്കുന്നു. അപ്പൊ ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ട് എനിക്ക് ചെറുപ്പം തൊട്ട് തന്നെ പുറത്ത് പോകണം. സോ എനിക്ക് പുറത്ത് പോകണം. പക്ഷെ ഏതാ സമയം എപ്പോഴാ പോകണ്ടേ അങ്ങനെയൊന്നും എനിക്കറിയില്ല. വലിയ ലക്ഷ്യം അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒഴുക്കിന്റെ ഒപ്പം പോകണമെന്ന് ഞാൻ എപ്പോഴും ഒരു ഫ്ലോയിൽ അങ്ങ് പോകും. എത്തിപ്പെട്ടോളൂ എന്നുള്ളത് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ഇതിങ്ങനെ ഒരു ചിന്തയുണ്ട്. അപ്പൊ പക്ഷെ എനിക്ക് പഠിത്തം കഴിയുമ്പോൾ എനിക്ക് ജോലി ചെയ്യണം. നാട്ടിൽ എക്സ്പീരിയൻസ് കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ വലിയ കാര്യങ്ങളുണ്ടെന്നുള്ള വെറുതെ ഒന്നും ഉണ്ടായില്ല. അതിന് വേണ്ടി അവിടെ കുറെ സമയം കളഞ്ഞു. അത് കഴിഞ്ഞ് ഇതൊക്കെ ചെയ്ത് ഞാൻ നയാഗ്ര കോളേജിൽ അപ്ലൈ ചെയ്തു. എനിക്ക് സെപ്റ്റംബർ ഇൻടേക്കിന് എനിക്ക് അഡ്മിഷൻ കിട്ടി, എല്ലാ കാര്യങ്ങളും റെഡിയായി. ലോണിന് വേണ്ടിയിട്ട് പാൻ കാർഡ് അപ്ലൈ ചെയ്തപ്പോ എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ പേര് എന്റെ പേര് വന്നാ. അപ്പൊ എന്റെ ഫാദറിന്റെ പേര് എന്റെ പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കഴിഞ്ഞാൽ സിമിലറാ. ജോസഫ് സന്തോഷും സന്തോഷ് ജോസഫും. അങ്ങനെ വന്നപ്പോ പാൻ കാർഡ് വരാനായിട്ട് സാധാരണ എല്ലാവർക്കും ഒരാഴ്ച എടുക്കുന്ന എനിക്ക് 6 മാസം എടുത്തു. കംപ്ലീറ്റ് എന്റെ പ്രോസസ് ഫുള്ള് ഡിലേ വന്നു നയാഗ്ര കോളേജിൽ. അപ്പൊ സെപ്റ്റംബർ കഴിഞ്ഞിട്ടായി, അതായത് അങ്ങോട്ട് പോകേണ്ട ഡേറ്റ് ഒക്കെ ആയിട്ട് എനിക്ക് പാൻ കാർഡ് കിട്ടിയത്. അപ്പൊ അങ്ങനെ ആ പ്ലാൻ ഫുള്ള് ഡ്രോപ്പ് ആയി. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഒരു കോഴ്സ് വേറെണ്ണം കണ്ടുപിടിച്ചു, ഇലക്ട്രോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടെക്നോളജി, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ, ഫാസ്റ്റ് ട്രാക്ക്. ചെറിയ വലിയ പേരാ. അപ്പൊ അത് എടുത്തതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മിക്ക കോഴ്സുകളും നാട്ടിൽ വെച്ച് ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു ഓവർ കോൺഫിഡൻസ് എളുപ്പം ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്ന പേപ്പേഴ്സ് ആയിരിക്കും. അതുകൂടാതെ നമ്മൾ എപ്പോഴും പണിയെടുക്കാം, പണിക്ക് പോകാം, പൈസ ഉണ്ടാക്കാം. നമ്മൾ കുറെ കാര്യങ്ങൾ നാട്ടിൽ നിന്ന് കേട്ടതൊക്കെ വെച്ച് നമ്മൾ കൂട്ടുമല്ലോ, കണക്ക് കൂട്ടുമല്ലോ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഞാൻ അങ്ങനെ സെന്റിനൽ കോളേജിൽ അപ്ലൈ ചെയ്തു. എന്റെ ഒരു ഫ്രണ്ട് ടീന എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ഉണ്ടായി, അവളൊരു ഏജൻസി, അവള് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഏജൻസി ഉണ്ടായിരുന്നു. അപ്പൊ ആ ഏജൻസി ത്രൂ അവരെല്ലാം സെറ്റ് ചെയ്ത് തന്നു. പിന്നെ പാൻ കാർഡ് എപ്പോഴും സെറ്റ് ആയതുകൊണ്ട് പിന്നെ കാര്യം കുഴപ്പമുണ്ടായില്ല. അങ്ങനെ ഞാൻ കയറി വന്നു. എന്റെ ചേച്ചു ആന്റി, അതായത് എന്റെ ഫാദറിന്റെ ഏറ്റവും ഇളയ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ജോസിങ്ങളും അവർ രണ്ടുപേരാണ് പിക്ക് ചെയ്യാൻ വന്നത്. നാട്ടിൽ ആ സമയത്ത് 26 ഡിഗ്രി, ഞാനിവിടെ വരുന്നത് -26 നേരെ ജാക്കറ്റ്. ഞാൻ ദൈവമേ, ട്രാൻസിഷൻ വളരെ സീനാണ് കേട്ടോ. അത് സ്നോ ഇങ്ങനെ കിടക്കുക. അത് ഇപ്പൊ എനിക്ക് ആദ്യം വന്ന് 2ാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഡിപ്രഷൻ അടിച്ചു. കാര്യം പുറത്ത് ഫുള്ള് സ്നോ കിടക്കുക. നമ്മളിങ്ങനെ പുറത്തേക്ക് നോക്കിയിട്ട് ഇതിങ്ങനെ മഞ്ഞ്, ലൈക് ഫസ്റ്റ് കാണുമ്പോൾ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. നാട്ടിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് മഞ്ഞ് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആ ഫാസിനേഷൻ ഉണ്ട്. നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ ആദ്യമായിട്ട് വാക്കിന് പോകുന്നു, ആദ്യമായി ഒരു സ്നോ ബോൾ ഉണ്ടാക്കി എടുത്ത് എറിയുന്നു, ആദ്യത്തെ. പക്ഷെ എല്ലാ ദിവസമായി കഴിയുമ്പോ എന്തായിരിക്കും അവസ്ഥ?
നമുക്ക് ഞാൻ ഇച്ചിരി പച്ചപ്പ് കാണാൻ വേണ്ടി കൊതിച്ചിരുന്ന സമയത്ത്. എന്നിട്ട് എത്തി. ഞാൻ ആ സമയത്ത് ക്രിസ്മസ് മിസ്സായി. ക്രിസ്മസ് ആ സമയത്ത് ഇവിടെ വന്നിട്ട് ഫാമിലിയുടെ ഒപ്പം. പക്ഷെ നാട്ടില് ക്രിസ്മസ് അതൊരു ഫീൽ ആയിട്ടുള്ള സമയം. അതെനിക്ക് ഭയങ്കരമായിട്ട് മിസ്സായി. കാര്യം ഈ പറഞ്ഞ പോലെ എന്റെ അപ്പൻ നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. എനിക്ക് വിസ വന്നതിന് മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. ഇപ്പൊ എനിക്ക് വിസ വരില്ല എന്നുള്ള അറിയില്ല. അപ്പം കയറി പോവും. മറ്റേ മാനിഫെസ്റ്റേഷൻ, പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻ. പക്ഷെ അതുപോലെ തന്നെ സംഭവിച്ചിട്ടോ. എല്ലാം കറക്റ്റ്. പക്ഷെ എനിക്കിപ്പോ എല്ലാവർക്കും ഇപ്പൊ ഞാൻ വിസ വന്നതിന് ശേഷം എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും കാര്യം വിസ വന്നില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ വിസ വന്നിട്ട് 10 ദിവസമുള്ളൂ പോവാനായിട്ട്. ഞാൻ പോവാണ് 10 ദിവസമുള്ള ഞാൻ പോവാ. അല്ല കാനഡയ്ക്ക് പോകുന്നുള്ള അറിയാമായിരുന്നു എല്ലാവർക്കും. ഞാൻ ഈ പ്രോസസ് ചെയ്യേണ്ടി കാര്യം എന്റെ വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, കൃഷ്ണന്മാർ എന്ന് പറഞ്ഞിട്ട്. അവൻ ആ സമയത്ത് നെതർലൻഡ്സിൽ പോകണം നോക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ സെപ്റ്റംബറിൽ പോയി. ഞങ്ങളുടെ ഒരുമിച്ചുള്ള പരിപാടിയായിരുന്നു. ഞങ്ങള് GRE കോച്ചിങ്ങിനൊക്കെ എന്തൊക്കെ അറിയുമായിരുന്നു അറിയോ. കാനഡയ്ക്ക് വരാനായിരുന്നില്ല പ്ലാൻ. ആദ്യം അമേരിക്ക. അതിനു വേണ്ടി നോക്കുമ്പോ പുതിയ പരീക്ഷകളാണ്. അപ്പൊ GRE, TOEFL. ഞാനും ഈ കൃഷ്ണനോട് അപ്പൊ ഞങ്ങൾ രണ്ടൊരു കുഴപ്പമില്ലാതെ പഠിക്കും. രണ്ടുപേരും രാവിലെ കൂടും. ഞങ്ങൾ രണ്ടൊരു 10 മിനിറ്റ് എന്തെങ്കിലും നോക്കും. എന്നിട്ട് പിന്നെ ഞങ്ങളുടെ പാട് നോക്കി പോകും. ഇങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളൊരു അതിനകത്ത് കുറെ വാക്കുകൾ പഠിക്കണം. ഇംഗ്ലീഷിൽ കുറെ വാക്കുകൾ പഠിക്കണം. അങ്ങനത്തെ ഒരു 100 വാക്ക് പഠിച്ചിട്ട് ഞങ്ങൾ 1000 വാക്ക് പഠിക്കേണ്ട സ്ഥലത്ത് ഞങ്ങൾ 100 വാക്ക് പഠിച്ചിട്ട് ഞങ്ങൾ കയറാം. ഞങ്ങൾ ബാംഗ്ലൂർ കയറി. നടന്നില്ല. GRE ഭയങ്കര ബുദ്ധിമുട്ടാണ്. GRE ഇംഗ്ലീഷ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അമേരിക്കക്ക് പോകണമെങ്കിൽ GRE മാത്രം വേണോ അതോ അമേരിക്കയിൽ നമ്മളൊരു മാസ്റ്റേഴ്സ് എടുക്കാനാണെങ്കിൽ അവര് GRE എൻട്രൻസ് എക്സാം പോലെ ഉപയോഗിക്കണം. ഇത് ഈവൻ ഇവിടെയുള്ള അമേരിക്കയിലുള്ളവർക്ക് എഴുതണം. അവർക്ക് മാസ്റ്റേഴ്സ് എടുക്കണം. അവർക്കും GRE എഴുതണം. അതൊരു ക്വാളിഫിക്കേഷൻ എക്സാം പോലെ, SAT പോലെ. അതായത് TOEFL ഉണ്ട്. TOEFL എന്ന് പറയുന്നത് IELTS തന്നെ അതും എഴുതണം. GRE മാസ്റ്റേഴ്സ് പഠിക്കണമെങ്കിൽ മാത്രം എത്തിയാൽ മതി. അത് എല്ലാ കോഴ്സും പഠിക്കണമെങ്കിൽ പൊതുവെ ഞാൻ ആ സമയത്ത് നോക്കിയതെല്ലാം യൂണിവേഴ്സിറ്റിയാണ് നോക്കിയത്. യൂണിവേഴ്സിറ്റിക്ക് എല്ലാത്തിനും GRE തന്നെ 340 320 വേണം. വെരി ഹൈ കട്ട് ഓഫ്. അത്യാവശ്യം നല്ല ഹൈ കോമ്പറ്റീഷനാ. എന്റെ സ്കോർ എത്രയായിരുന്നു? 310. എനിക്ക് ആ സമയത്ത് തോന്നിയത് പരീക്ഷയ്ക്ക് നല്ല പൈസയുണ്ട്. എത്ര രൂപ? I think $400. 28,000 രൂപ. 28 ഇല്ലട്ടോ, 12-15 തോന്നുന്നു. എനിക്കറിയില്ല എത്രയാണെന്നുള്ളത്. അപ്പന പൈസ അപ്പനില്ലായിരുന്നെങ്കിലും. അപ്പൊ അങ്ങനെ അതൊക്കെ പ്ലാൻ പോയി കഴിഞ്ഞപ്പോഴാണ് പിന്നെ വിചാരിച്ചത് ദൈവം എന്തെങ്കിലും ചെയ്യണമല്ലോ. കാര്യം വീട്ടില് കുറെ പൈസ ഈ കിടന്ന് മറ്റേ പരീക്ഷ എഴുതി കളയണം. അപ്പൊ IELTS പോവാം. We'll go with something that I know. IELTS ആണോ TOEFL ആണോ ഇപ്പോ? രണ്ടും സിമിലർ. നമ്മള് മറ്റേ സെൽഫ് പേപ്പർ പോലെ. IELTS വാസ് ഈസി. GREക്ക് പഠിച്ചവന് IELTS എഴുതാനായിട്ട് ഭയങ്കര എളുപ്പമായിരുന്നു. എനിക്ക് സ്കോർ കിട്ടി വെച്ചു, സബ്മിറ്റ് ചെയ്തു, സാധനങ്ങളൊക്കെ റെഡിയായി കയറി പോന്നു. അങ്ങനെ എടുത്തി. ഇവിടെ എത്തി ആദ്യം പിക്ക് ചെയ്യാൻ വന്നത് ഫാമിലി തന്നെയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്ലെസ്സിംഗ് ആയിരുന്നു. എന്നെ ആന്റി സത്യം പറഞ്ഞാൽ എന്നെ ആദ്യത്തെ 4 മാസത്തേക്ക് എനിക്ക് ഫുഡ് ഉണ്ടാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഞാൻ കോളേജിൽ പോയിരുന്നെങ്കിൽ ഞാൻ എല്ലാ വീക്കെൻഡും ഞാൻ പോയായിരുന്നു. അപ്പൊ അവരങ്ങനെ ലോക്കൽ എപ്പോഴും എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര സ്നേഹമായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ അതിനെനിക്ക് ജോലി കിട്ടി. ജോലി കിട്ടിയത് വേറൊരു കഥ. ഇപ്പൊ വിന്ററിന്റെ സമയത്ത് വന്നാലും കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ജോലി കിട്ടാൻ പാടാ എന്നാണ് എല്ലാരും പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ ഞാൻ ചെയ്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേ കണ്ടുപിടിച്ചു. സ്റ്റേ കണ്ടുപിടിക്കാനായിട്ട് എന്റെ കൂട്ടുകാരൻ, എന്റെ കോളേജിൽ പഠിച്ച ജെറി എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ, അവനും സെന്റിനൽ ഇതേ കോളേജിൽ തന്നെ വേറെ കോഴ്സ് പഠിക്കണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവനായിട്ട് കണക്ട് ചെയ്തു. അവൻ പറഞ്ഞു അവന്റെ വീട്ടിൽ തന്നെ ഒരാൾ ഇപ്പൊ നാട്ടിൽ പോകുന്നുണ്ട്, അവന്റെ വേക്കൻസിയിലൊക്കെ കയറിപ്പോ ഞാൻ കയറി. അവിടെ കയറി, കുഴപ്പമൊന്നും ഉണ്ടായില്ല. നല്ല രസമായിരുന്നു. അവിടെ 4 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേര് സന്തോഷമായി ജീവിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ കോളേജിൽ എന്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെ തന്നെയായിട്ട് അവർ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് മാറി. അവിടെ ആയിരുന്നു പിന്നെ അതായിട്ടുള്ള 1.5 കൊല്ലം. പക്ഷെ ഈ മറ്റേ ആദ്യത്തെ 4 ജോലി കണ്ടുപിടിക്കണമല്ലോ, അവിടെ വന്നിട്ട് കാര്യങ്ങൾ നടക്കണമല്ലോ. അപ്പൊ അതിന് മറ്റേ റെസ്യൂമൊക്കെ പ്രിന്റ് എടുത്തോണ്ട് വന്ന നാട്ടിൽ നല്ല ഇവിടെ വന്നിട്ട് എന്റെ റെസ്യൂമൊക്കെ പ്രിന്റ് എടുത്ത് എനിക്ക് മറ്റേ ഡൗൺ ടൗൺ എനിക്ക് ഡൗൺ ടൗണിൽ പണിയെടുക്കാം. സിറ്റി ലൈഫ് വേണം, മനസ്സിലായി? മറ്റേ എനിക്കത് കാണണം. അത് കണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചത് ഇപ്പൊ ഒരു പണി ചെയ്യാം, നേരെ സബ്വേ എടുത്തു കഴിഞ്ഞാൽ നേരെ ഇവിടെ പോയി ഇറങ്ങാം. ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ എടുക്കും. ഞാൻ നേരെ പോയി ഇറങ്ങി. ഞാൻ എല്ലാ റെസ്റ്റോറന്റിലും കയറിയിട്ട് ആവശ്യമുണ്ടോ ചോദിച്ച് പോണ വഴിക്ക് അത് ഓൾമോസ്റ്റ് എന്റെ 3-4 ദിവസമായിരുന്നു. ഇങ്ങനെ അന്വേഷിച്ചിറങ്ങിയിൽ 4ാമത്തെ ദിവസമായിരുന്നു. വിന്ററിന്റെ സമയത്ത് തന്നെ
അങ്ങനെ പോയി എന്റെ ഇടയ്ക്ക് ഞാൻ ഒരു കടയിൽ കയറി ചോദിച്ച സമയത്ത് ഓഫീസ് പബ് എന്ന് പറഞ്ഞ പബ്ബിൽ കയറിയിട്ട് ഞാൻ ചോദിച്ചപ്പോ ഡിഷ് വാഷിംഗ് ആണല്ലോ ഉദ്ദേശിക്കുന്ന ജോലി. കാര്യം അത് മാത്രമല്ല പാത്രം കാര്യം അതുപോലും മര്യാദയ്ക്ക് അറിയില്ല കേട്ടോ സത്യമായിട്ടും. അപ്പൊ അതിനുവേണ്ടി നടത്തുന്ന സമയത്ത് അവര് പറഞ്ഞു ഓക്കെ നീ ഏത് ഭാഗത്തുനിന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ത്യയിൽ ഏത് ഭാഗത്തുനിന്ന് ചോദിച്ചു. സൗത്ത്. അത് ഒരു വെള്ളക്കാരി എന്റെ അടുത്ത് ചോദിച്ചത്. ഞാൻ പറഞ്ഞു സൗത്തിൽ നിന്നാന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ പുള്ളിക്കാരോട് ചോദിച്ചു നിനക്ക് ഡു യു നോ ദ ഡിഷസ് ദേർ ലൈക് ക്യാൻ യു എക്സ്പ്ലെയിൻ? എനിക്കെല്ലാം അറിയാം. സാമ്പാർ അവിയൽ യു മീൻ ഓക്കെ ഐ വിൽ കോൺടാക്ട് മൈ ബോസ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി പോയി. അത് കഴിഞ്ഞിട്ട് ഒരു വെള്ളക്കാരനെ പോലെ ഇരിക്കുന്ന ഒരു പുള്ളിക്കാരൻ വന്നു. പുള്ളിക്കാരൻ തമിഴിനായിരുന്നു. പുള്ളിക്കാരൻ വന്നിട്ട് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് സംസാരിച്ചു. പുള്ളിക്കാരൻ അവർ പറഞ്ഞു അവരൊരു ചെറിയൊരു ടേക്ക് ഔട്ട് റെസ്റ്റോറൻറ്റുകൾ നടത്താനുണ്ട്, ഇടാൻ പ്ലാൻ ഉണ്ട്. അത് അടുത്ത ആഴ്ച ഓപ്പൺ ആവും. അവർക്ക് അതിനകത്ത് സെർവറിന് ആവശ്യം, ഷെഫ് അല്ല സെർവറിന് ആവശ്യമുണ്ട്. അപ്പോ സെർവർ അപ്പൊ അവിടുത്തെ ട്രഷർ ആകുമ്പോഴേക്കും ബാക്കിൽ വന്ന് ഡിഷ് വാഷിംഗ് ചെയ്യണം, പ്രെപ്പും ഹെൽപ്പും എല്ലാം ചെയ്തു കൊടുക്കണം. ഇതാണ് എന്റെ ജോലി. അപ്പൊ നിനക്ക് അത് ചെയ്യാൻ കുഴപ്പമുണ്ടോ? ഞാൻ മറ്റേ തള്ളി വെച്ചേക്കുന്ന മിസ്സസ് ആഗിൽ ഡിഷ് വാഷിംഗ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഉണ്ട് 4 മാസം. വന്നിട്ട് 3 ദിവസമായിട്ടുള്ളൂ. എല്ലാരും പോലെ. അത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് ഇപ്പൊ പുള്ളിക്കാരൻ ഫസ്റ്റ് ദിവസം ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ പുള്ളിക്കാരന്റെ അളിയൻ, അതായത് എന്റെ ശരിക്കുള്ള ബോസ് റൂബൻ എന്ന പുള്ളിയുടെ പേര്. അപ്പൊ പുള്ളി വന്നപ്പോ പുള്ളി കാണാൻ കൊടുത്തൊരു മറ്റേ പൊക്കമുള്ളൊരു മറ്റേ നല്ലൊരു മറ്റേ ബ്ലാക്ക് മനുഷ്യനെ പോലെയാണ്. മനസ്സിലായോ? ആ ഒച്ച അങ്ങനെ തന്നെ ആ മറ്റേ മറ്റേ ഖനമുള്ള ഒച്ച. അപ്പൊ പുള്ളിനെ പരിചയപ്പെടാൻ ഞാൻ ശരിക്കും ആദ്യം വിചാരിച്ച ഒരു വെള്ളക്കാരനും കർബനോന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പിന്നെ അത് വന്നപ്പോഴേ ഇവർ രണ്ടുപേരും ശ്രീലങ്കൻ തമിഴ് ആയിരുന്നു. ഇവര് പണ്ട് വന്ന ചെറുപ്പത്തിൽ അവര് തന്നെ നമ്മുടെ മറ്റേ പുള്ളിയുടെ ആൾക്കാർ ആ പുള്ളിയുടെ. അപ്പൊ ഇവര് ചെറുപ്പത്തിൽ വന്നതാ. ചെറുപ്പത്തിൽ അവിടെ നിന്ന് മറ്റേ ഇമിഗ്രേറ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കയറി വന്നതാ. അപ്പൊ അവര് വിട്ട റെസ്റ്റോറന്റ് ആണ്. അപ്പൊ അവരുടെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഓക്കെ ഇവരിതാണ്. ഞാൻ നോക്കുമ്പോ അവിടെ ഇടിയപ്പം, പൊട്ട്, തമിഴ് ടൈപ്പ് എല്ലാം തമിഴ് ടൈപ്പ് തന്നെ. ബിരിയാണി അതുപോലെ എല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ ഞാൻ ചെയ്തോളാം. എന്നിട്ട് ഫസ്റ്റ് ദിവസം പറഞ്ഞത് ഡിഷ് വാഷിംഗ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. ഞാൻ ആദ്യത്തെ പാത്രം കഴിക്കുമ്പോൾ ഞാൻ ഇവിടെ മൊത്തം നനഞ്ഞിങ്ങനെ കുടിച്ച് നിൽക്കാം നല്ല രീതിയിലൊക്കെ. പുള്ളിക്കാരൻ നീ എവിടെ ഡിഷ് വാഷിംഗ് ചെയ്തെന്നാ പറഞ്ഞേ? ഡിഷ് വാഷിംഗ് ചെയ്തെന്നല്ലേ പറഞ്ഞേ. പുള്ളി എന്നിട്ട് നാട്ടിൽ പുള്ളി പാത്രം കഴിക്കാൻ ഓ ഇങ്ങനെ ചെയ്താൽ ഞാൻ ഏത് തെറിക്കില്ലേ. ഓ നല്ല ബുദ്ധി. അപ്പൊ അങ്ങനെ തുടങ്ങി. അപ്പൊ അങ്ങനെ കയറി വന്നപ്പോ തന്നെ എനിക്ക് വിന്നറിന്റെ സമയത്ത് ജോലി കിട്ടി. എനിക്ക് വിത്തിൻ കുറച്ച് നാൾക്കുള്ളിൽ പാർട്ട് ടൈം ജോലി സെറ്റ്. ആ ജോലി തന്നെയായിരുന്നു മറ്റേ എന്റെ പഠിത്തം തീരുന്നവരെ ഡിഷ് വാഷിംഗ് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രെപ്പായി, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സർവിങ് ആയി, പിന്നെ ആ കുഞ്ഞു സ്റ്റോർ മാനേജ് ചെയ്യലായി. അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട്. അവിടുത്തെ എല്ലാ പണിയും സത്യം പറഞ്ഞാൽ ഇപ്പോ ഫ്രണ്ട്സ് ഇപ്പോ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഇപ്പോ വന്നപ്പോ ആ ഒരു ഫ്രണ്ട് സർക്കിളിൽ പോയില്ലെങ്കിൽ ജീവിതം മാറിയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഓ തീർച്ചയായും. എനിക്ക് ആ ഫ്രണ്ട് സർക്കിളിനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്റെ ഞാൻ വന്നപ്പോ ഞങ്ങൾ പറഞ്ഞില്ലേ ഞാൻ ബേസ്മെന്റിലാണ് നിന്നോണ്ടിരുന്നത്. ഇപ്പൊ ബേസ്മെന്റിൽ നിന്നപ്പോ ഞാൻ രാവിലെകളൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരുമായിരുന്നു എപ്പോഴും എല്ലാ ദിവസവും. ഇപ്പൊ ഈവൻ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ എന്റെ കോളേജ് ഫ്രണ്ട് ചെറിയുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോ അറിയാലോ ഇവിടെ എല്ലാവരും പ്രത്യേകിച്ച് ജോലി കിട്ടി കഴിയുമ്പോൾ എല്ലാവർക്കും അവരവരുടെ സമയമുണ്ട്. നമ്മളൊരു വീട്ടില് മീറ്റപ്പ് ചെയ്യണമെങ്കിൽ ആ 4 പേരൊക്കെ ജീവിക്കുമ്പോ 4 പേര് ശരിക്കും പറഞ്ഞാൽ 4 പേരുടെയും ജോലിക്ക് പോകണം, തിരിച്ചു വരണം, അവർ കുളിക്കും, കിടന്നുറങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇടയ്ക്ക് വളരെ വല്ലപ്പോഴേ. പക്ഷെ നമ്മളൊരു കൂട്ടമായിട്ട് ജീവിക്കുന്ന സമയത്ത് ആരെങ്കിലും എപ്പോഴും കാണും. നമ്മൾ തിരിച്ച് നമ്മള് ചത്ത് കുത്തി നമ്മൾ പണി വരുമ്പോ അവിടെ എന്തൊക്കെ ഉണ്ടായി. അത് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് ഞാൻ ശരിക്കും പറയാം ഞാൻ കാനഡ വന്നിട്ട് ഏറ്റവും കൂടുതൽ പണിയെടുത്തേക്കുന്ന വിഷമിച്ച സമയം കോളേജിൽ പഠിക്കുന്ന സമയത്താ. പക്ഷെ അത് അറിഞ്ഞിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്കിംഗ് ബാക്ക് ആ സമയത്ത് പഠിക്കാനുണ്ടായിരുന്നു, ജോലിക്ക് പോകണമായിരുന്നു, അസൈൻമെന്റ് ചെയ്യണമായിരുന്നു, ഫുഡ് കുക്ക് ചെയ്യണമായിരുന്നു, എല്ലാം ചെയ്യുന്നു. ഇതൊന്നും ഇപ്പൊ ചെയ്യണ്ട. അത് ചെയ്തിട്ടും സമയം പോയിരുന്നു. ചെയ്തിട്ടും പിന്നെ വീട്ടിൽ വന്നിട്ട് ഒന്ന് കുറച്ച് നേരം സംസാരിച്ചിട്ട് സമയം പോയിരുന്നു, എല്ലാം ചെയ്യുമായിരുന്നു. പക്ഷെ ഇതെല്ലാം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് പെട്ടെന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ കുറെ പേരുണ്ടല്ലോ ലൈഫിൽ, ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് കോൺസ്റ്റന്റ് കൂട്ടുകാരന്മാരുണ്ട്, എന്തിനും കൂടെ നിൽക്കുന്ന കുറച്ചധികം കൂട്ടുകാരന്മാരുണ്ട്. അപ്പൊ ഒന്നിനെയും പേടിയില്ല എന്നുള്ള തോന്നൽ വരും. പിന്നെ നല്ല സ്ഥലമായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ടൊറന്റോയിൽ വന്ന് പഠിക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും നല്ല തീരുമാനമാണ് ടൊറന്റോയിൽ പഠിച്ചത്. കാര്യം സിറ്റി തന്നെ എക്സ്പോഷർ ഈ പറഞ്ഞ പോലെ ഒന്ന് എനിക്ക് ഡൗൺ ടൗണിൽ ഞാൻ പറഞ്ഞില്ല ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഡൗൺ ടൗണിൽ ജോലി കിട്ടണം.
ഞാൻ ശരിക്കും പറഞ്ഞ പണിയൊക്കെ ഞാൻ നിന്നിട്ടുണ്ട്. ദൈവമേ എന്ത് കാര്യത്തിനാണുള്ളത് നിന്നിട്ടുണ്ട്. പക്ഷെ അതുപോലെ ചില ദിവസങ്ങളിൽ രാത്രിയൊക്കെ ഈ പണി ഇറങ്ങിയിട്ട് ഞാൻ ചുമ്മാ സിറ്റിയിൽ കണ്ടു എപ്പോഴും ഞാൻ ഇങ്ങനത്തെ ഒരു സിറ്റിയിലാണല്ലോ നിൽക്കുന്നത്. എപ്പോഴും എന്തെങ്കിലും ഹാപ്പനിങ് ആണ്. എന്തെങ്കിലും ഹാപ്പനിങ് ആണ്. സോ ഐ വാസ് സോ ബ്ലെസ്ഡ്. ഞാൻ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര സന്തോഷവാനാണ്. ഇപ്പൊ നിനക്ക് എന്തായിരുന്നു ഇപ്പൊ ഞാൻ ടൊറന്റോ എന്ന് പറയുമ്പോ നിങ്ങൾ തണ്ടർബേ എന്നുള്ള സ്ഥലം കേട്ടല്ലോ. ഈ തണ്ടർബേ എന്ന് പറഞ്ഞ സ്ഥലം കാനഡ ഭയങ്കര വലിയ സ്ഥലമാണ്. അതിൽ തന്നെ എനിക്ക് സുധനോടുള്ള ആദ്യത്തെ ചോദ്യം, തണ്ടർബേ ശരിക്കും പറഞ്ഞ ഒണ്ടേരിയോയില് ടൊറന്റോയുടെ അടുത്താന്ന് വിചാരിച്ചായിരുന്നോ ആദ്യം ഈ സ്ഥലത്തെ പറ്റി കേട്ടപ്പോ? ആക്ച്വലി ഉണ്ടല്ലോ, എനിക്കിത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓഫ്കോഴ്സ് കാനഡ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എവരിബഡി എല്ലാവരും ചിന്തിക്കുന്നത് ടൊറന്റോ തന്നെയാണ്. നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് ടൊറന്റോയിലാണ്. അപ്പൊ എല്ലാവരും ചിന്തിക്കും ടൊറന്റോ ഇസ് മേജർ സിറ്റി, അവിടെ തന്നെയാണെന്നുള്ള ഉണ്ടായിരുന്നു. ഓഫ്കോഴ്സ് ടൊറന്റോ ഇസ് നിയർ ടു തണ്ടർബേ എന്നുള്ള തോട്ട് പ്രോസസ് എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ അണ്ടിൽ ഐ ബുക്ക് മൈ ടിക്കറ്റ്സ്, അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ടൊറന്റോ എത്തി തണ്ടർബേ ടിക്കറ്റിന് ഏകദേശം അത് എനിക്ക് തോന്നുന്നു 3 മണിക്കൂർ മറ്റോ പിന്നെയും ഫ്ലൈ ചെയ്യണം തണ്ടർബേ എത്താൻ. അപ്പൊ എനിക്ക് മനസ്സിലാക്കി ഇറ്റ്സ് നോട്ട് നിയർ എന്നുള്ളൊരു അടുത്തല്ല മനസ്സിലാക്കി. ഞാൻ തണ്ടർബേ ഈസ് നോർത്ത് വെസ്റ്റേൺ ഒണ്ടാരിയോയിലാണ് തണ്ടർബേ, ആൻഡ് വെരി റിമോട്ട് ഏരിയ ആണ്. അതായത് ഇറ്റ്സ് വെരി ഫേമസ് ഫോർ ക്രൈം സിറ്റിയാണ് തണ്ടർബേ. ആൻഡ് എന്താണ്, എനിക്കിപ്പോ തണ്ടർബേയിൽ താമസിക്കുന്ന ഒരാൾക്ക് നെക്സ്റ്റ് സിറ്റി എന്ന് പറയുന്നത് വിനിപെഗ്, വിച്ച് ഈസ് ലൈക്ക് മാനിറ്റോബ പ്രോവിൻസിലോട്ട് വരുന്ന വിനിപെഗ്, വിച്ച് ഈസ് 700 kilometers far, ആൻഡ് ടൊറന്റോ ഈസ് 1500-1600 kilometers അറൌണ്ട്, അത്ര ദൂരമുണ്ട്. അപ്പോ അത് മണിക്കൂറിൽ ഇപ്പൊ എത്ര നേരം എടുക്കും? ഒരു ഉദ്ദേശം ഒരു 12 മണിക്കൂർ, ഒരു 7 മണിക്കൂർ മേജർ സിറ്റിയിലേക്ക്. അതിനുണ്ട് ഭയങ്കര, അവിടെ ആകെ ഒരു 50 കിലോമീറ്റർ ചുറ്റളോ ഉള്ളൂ തണ്ടർബേ. അതിൽ കിടന്ന് കളിക്കാവുന്ന കളികൾ ഫണ്ണാണ്. പക്ഷെ ഐ ലവ് തണ്ടർബേ മാൻ. കാരണം എന്താ വെച്ചാൽ തണ്ടർബേ ഇസ് വെരി ഫൺ. തണ്ടർബേ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള മേജർ പോപ്പുലേഷൻ സീനിയർ സിറ്റിസൺസ് ആണ് ആ സമയത്ത്, ഞാൻ വന്ന സമയത്ത്. ആൻഡ് പിന്നുള്ളതൊക്കെ നമ്മളെ പോലുള്ള പിള്ളേർ മാത്രം. കാരണം അതൊരു കോളേജ് സിറ്റി എന്ന് പറയാം. കാരണം ഒരു കോളേജ് ഉണ്ട്, കോൺഫെഡറേഷൻ യൂണിവേഴ്സിറ്റി കോൾ ലേക്ക്ഹെഡ് യൂണിവേഴ്സിറ്റി. അപ്പോ ഈ 2 യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന പിള്ളേരാണ് അവിടെ ഫുള്ളായിട്ട് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇറ്റ്സ് ഓൺലി 50 കിലോമീറ്റർ, 50 കിലോമീറ്റർ ഓടിച്ച് കഴിഞ്ഞാൽ തണ്ടർബേ കഴിഞ്ഞു. അപ്പോൾ അവിടെ ഉള്ള ഒക്കെ പിള്ളേരാണ്. മലയാളികളുണ്ട്, നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, ലൈക്ക് ഓൾ ദി എല്ലായിടത്തും മെക്സിക്കോ, ഇവിടുത്തെ എല്ലായിടത്തും ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്. ഇറ്റ്സ് ഫുൾ ഫൺ. ഞാൻ വന്നെത്തിയത് തന്നെ എന്റെ കാർത്തികേട്ടന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് തണ്ടർബേ. അപ്പൊ ഞാനിങ്ങനെ കാർത്തികേട്ടൻ വാസൻ എന്റെ ഫ്രണ്ടാണ്. കാർത്തികേട്ടൻ ഓൾറെഡി ഇവിടെ ഉണ്ട് കാനഡയിൽ. അപ്പൊ ഞാൻ കാർത്തികേട്ടൻ അപ്പോ കാനഡയിലുള്ളപ്പോ കാർത്തികേട്ടൻ ഞാൻ തണ്ടർബേയിലോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ കാർത്തികേട്ടൻ എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് അവിടെ എവിടെയുണ്ട്. അപ്പൊ അവനോട് വിളിച്ചോക്കാ സ്റ്റേ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോ കാർത്തികേട്ടൻ സെറ്റ് ചെയ്യും എന്നുള്ള ഓപ്പോസിറ്റിലാണ് ഞാൻ നിന്നത്. എന്നിട്ട് എങ്ങനെയോ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ സ്റ്റേ സെറ്റായി. അപ്പൊ എനിക്ക് അവർക്ക് ആരും അറിയില്ല. ഞാനിങ്ങനെ 20 മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് എന്നെ പിക്ക് ചെയ്യാൻ വരുന്നത് എനിക്കിപ്പോഴും ഉണ്ട്. സിനോ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. സിനോ ആൻഡ് KP ഉണ്ടായിരുന്നു, ആൻഡ് ജോർജ് പാലക്കൻ ഉണ്ടായിരുന്നു, ജോർജ് ഉണ്ടായിരുന്നു. അപ്പൊ 3 പേരും കൂടെ പിക്ക് ചെയ്യാൻ വന്നപ്പോ ഞാൻ ആദ്യം ഇവരെ പോയി കെട്ടിപ്പിടിക്കാൻ, ദൈവമേ താങ്ക് യു, ഒരു ഫാമിലി, ഇതാണ് എന്റെ പുതിയ ഫാമിലി, ഇവരേ ഉള്ളൂ. അതെ. പിന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണോ, ഭയങ്കര സ്കെയർഡ് ആണ്. എനിക്ക് എന്താ, രാത്രിയാണ് എത്തുന്നത് ഫ്ലൈറ്റ് ഇറങ്ങുന്നത് തണ്ടർബേയിലോട്ട്. പക്ഷെ എന്നെ പിക്ക് ചെയ്യാൻ BM-ലും ഇതൊക്കെയാണ് ഭയങ്കര ചില്ല്. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് ലൈഫ് അടിപൊളിയാണല്ലോ തോട്ട്. പിന്നെ അമ്മ നേരെ വീട്ടിലോട്ട് കൊണ്ടുപോയി. വീട് എന്ന് പറഞ്ഞാൽ അവന്മാരും ആ സമയത്ത് പുതിയ വീട്ടിലോട്ട് മാറുകയായിരുന്നു. ഐ ആം ദ 9th member in the house. അവിടെ 2 ബെഡ്റൂം ഉണ്ടായിരുന്നുള്ളൂ. മേലൊരു ഭയങ്കര ഭംഗിയുള്ളൊരു വീടാണ് കേട്ടോ, സമ്മിറ്റ് അവനിലായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് വെരി ഗുഡ് ഹൗസ്, വെരി ഹാപ്പനിങ് പ്ലേസ് ആണ്. എല്ലാ പിള്ളേരും അടിപൊളി പിള്ളേരാണ്. ടു മച്ച് തിങ്സ് ഹാപ്പനിങ് ഇൻ ദാറ്റ് ഹൗസ്. അപ്പോൾ എപ്പോഴും പിള്ളേരുണ്ടാവും വീട്ടില്. അപ്പൊ എപ്പോഴും എനിക്ക് വന്നപ്പോ തന്നെ എക്സ്പോഷർ വളരെ ഈ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഹാപ്പനിങ് ഹൗസ്. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ഇവര് പിക്ക് ചെയ്യാൻ വന്നു. ഞാൻ അവിടെ പോയപ്പോ തന്നെ എനിക്ക് ആരെയും അറിയത്തില്ല. കേരളത്തിൽ നിന്ന് എല്ലാവരും കുറെ മലയാളി, ഒരു 8-9 മലയാളി പിള്ളേരുണ്ട്. 2 years ഓൾറെഡി, ഒരു 1 year ഓൾറെഡി. ആ വീട് ഭയങ്കര ഭംഗിയാണ്. ആ വീട്ടിലുള്ള ലുക്ക് എന്ന് വെച്ചാൽ സ്ലീപ്പിംഗ് ജയന്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതിന്റെ സ്ലീപ്പിംഗ് ജയന്റ് ഉണ്ട് തണ്ടർബേയിലെ. അത് ആ ലേക്കിന്റെ അപ്പുറത്ത്. അത് നമ്മൾ ചെല്ലു തുറന്നാൽ കാണുന്നതാ. ബ്യൂട്ടിഫുൾ ആ വീട് കാണാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ ഭയങ്കര ത്രില്ലായി പോയി ഞാൻ അവിടെ കയറിയപ്പോ തന്നെ. പിന്നെ നല്ല കൂട്ടുകാരന്മാരുണ്ട് അവിടെ, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ അവിടെ എങ്ങനെയൊക്കെയോ എത്തി. പിന്നെ അവിടുന്ന് ഞങ്ങൾ 1 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ വീട്ടിലോട്ട് മാറി. ഞങ്ങൾ കുറച്ച് പിള്ളേരൊക്കെ കൂടിയിട്ട് പിന്നെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവരും പിന്നെ അങ്ങനെ ആയിട്ട് വീടുകൾ മാറി, അങ്ങനെ ആയിട്ട്. പക്ഷെ
റിഗ്രറ്റുകളൊന്നുമില്ല. ഇപ്പൊ ഞാൻ ചോദിക്കാം, ഇപ്പൊ കാനഡയിൽ വന്നിട്ട് ലൈക്ക് ഇപ്പൊ കാനഡയിൽ വന്നു 2017 വന്നു, 2025 എന്റെ ഇപ്പൊ സിറ്റിസൺ അല്ലേ, കനഡിയൻ സിറ്റിസൺ ആണ്. അപ്പൊ ലൈക്ക് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ ലൈക്ക് വാട്ട് ഈസ് വൺ തിങ് ദാറ്റ് യു വാണ്ടഡ് എന്താണ് ഇത് ചെയ്തില്ല റിഗ്രറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇത് ചെയ്തുകൊണ്ട് എന്തെങ്കിലും തെറ്റുപറ്റിട്ടുണ്ടോ? ഒന്നുമില്ല. കാനഡ വന്നത് നല്ല ഞാൻ എന്റെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നല്ല ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എന്റെ വിശ്വാസം. എല്ലാം ട്രൈ ചെയ്തിട്ടാണ് ഞാൻ അങ്ങനെ. അതായത് ഇപ്പൊ കാനഡ അല്ലാതെ ഇപ്പൊ ഞാൻ പറയട്ടെ, കാനഡ അല്ലാതെ ഇപ്പൊ അമേരിക്ക പോയിരുന്നെങ്കിൽ ഒരു പക്ഷെ കുറച്ചുകൂടെ ജീവിതം അടിപൊളിയായി തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രി ചൂസ് ചെയ്താണെങ്കിൽ ഞാൻ അമേരിക്കയിൽ പോകേണ്ടതായിരുന്നില്ല, എന്റെ ഫേറ്റ് തന്നെ. ഞാൻ കാനഡയിൽ വരേണ്ടതായിരുന്നു. ഞാൻ ഒരിക്കലും ഞാൻ കാൽഗരി എന്ന് പറഞ്ഞ സ്ഥലം, ഞാൻ കാൽഗരി എന്ന് പറഞ്ഞ സ്ഥലം വന്നതിന് മുമ്പ് എനിക്ക് കാൽഗരിയിൽ ഒരാളെ അറിയില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നിന്റെ പരിചയം ഇപ്പൊ നീ ഇപ്പൊ കാർത്തിയുടെ ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ഓക്കെ, പിന്നെ ഞാൻ നോക്കുമ്പോ എനിക്ക് ട്രാൻസ്ഫർ കിട്ടും. അപ്പൊ എന്റെ ഭാര്യ അവള് വർക്ക് ഫ്രം ഹോം ആണ്, അപ്പൊ അവൾക്കാണെങ്കിലും കുഴപ്പമില്ല. ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അപ്പൊ എനിക്ക് വന്ന ഓപ്ഷൻ വന്നത് പ്രിൻസ് ജോർജ് പോകണം, കാൽഗരി പോകണം. പ്രിൻസ് ജോർജിൽ എനിക്ക് അറിയാവുന്ന ഒരു ടീമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഞാൻ ലുക്ക് ഫോർവേഡ് ചെയ്തിരുന്ന ഒരു കപ്പിളും പിന്നെ അവരുടെ ഒരു ഗ്യാങ് കൊണ്ട് ഞങ്ങൾ അവിടെ ആയിരുന്നു. ഞങ്ങൾ ഒരു 2 മാസം. അതോ കാൽഗരി പുതിയൊരു സിറ്റിയിലേക്ക് പോകണം അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ വൈ നോട്ട് ഗിവ് ഇറ്റ് എ ട്രൈ, പുതിയ സിറ്റി ട്രൈ ചെയ്യാം. അങ്ങനെ പുതിയ സിറ്റി വന്നു. ഞാൻ ഇവിടെ വന്നപ്പോ നല്ല കൂട്ടുകാരെ കിട്ടി, നല്ല കുറെ ആൾക്കാരെ കിട്ടി, ഒരുപാട് പേരുണ്ട് ജീവിതത്തില്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, സംഭവിക്കുന്നതെല്ലാം നല്ലതിന് സംഭവിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞില്ല എന്റെ ജീവിതത്തിൽ ഫോഴ്സ് ചെയ്തൊന്നും അങ്ങനെ നടക്കില്ല, കാര്യങ്ങൾ നടക്കില്ല. ഒരു ഫ്ലോയിൽ തന്നെ പോണം. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഏറ്റവും കൂടുതൽ ലുക്ക് ഫോർവേഡ് ചെയ്ത ജോലി എനിക്ക് കിട്ടുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോ അവിചാരമായി ഇപ്പൊ എനിക്ക് കിട്ടിയ ജോലി തന്നെ ഞാൻ എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിന്ന സമയത്ത് കിട്ടിയത്. അപ്പൊ ആ ജോലി ഉള്ളൂ, എല്ലാം എന്റെ ജീവിതത്തിൽ നടക്കേണ്ട പോലെ നടക്കും. അതിലെനിക്ക് വേറൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ എനിക്ക് ഇടാൻ പറ്റുന്ന അത്രയും എഫേർട്ട് ആണ്. അതാണ് ഞാൻ വിചാരിക്കുന്ന. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ അതുകൊണ്ട് എനിക്ക് അത്ര റിഗ്രറ്റ്സും ഇല്ല. നിനക്കോ? എനിക്കറിയില്ല. ഞാൻ പൊതുവെ ഭയങ്കര ഓവർ തിങ്കറാണ് ഗൈസ്. ഞാനിങ്ങനെ എല്ലാ കാര്യങ്ങളും 50-60 പ്രാവശ്യം ചിന്തിച്ച് ഞാൻ എന്റെ മനസ്സിനോട് തന്നെ പറഞ്ഞ് ഞാൻ ഭയങ്കര സീനാണ് ആ ഒരു കാര്യത്തിൽ. അപ്പൊ ഞാൻ റിഗ്രറ്റുകളൊക്കെ പിന്നെ ഒരുപാടുണ്ട്. കുറെ ആൾക്കാരെ പരിചയപ്പെട്ടില്ല റിഗ്രറ്റുണ്ട്. പിന്നെ അങ്ങനെ എനിക്കറിയില്ല, ചിലപ്പോ ഞാൻ ഒരുപക്ഷെ നാട്ടിലിരുന്നാണെങ്കിൽ ചിലപ്പോ എനിക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും, എനിക്ക് ഐ ഡോണ്ട് നോ. പക്ഷെ ഇപ്പോ ഞാൻ ഹാപ്പിയാണെന്ന് വെച്ചാൽ ഹാപ്പി. കാര്യം ചെയ്യാൻ നമുക്ക് ഓരോ ഓപ്ഷൻസ് തരുന്ന ഒരു സ്ഥലമായിട്ട്. അതൊക്കെ ശരി. ഇപ്പൊ ഞാൻ ഇവിടെ ഇപ്പോ ബിൽഡ് ചെയ്യുന്ന ഒരു ബേസ് ഐ തിങ്ക് ഇപ്പൊ നാട്ടിലാണെങ്കിൽ ഐ കുഡ് ബി വെരി ഹാർഡ് ഫോർ മീ എന്ന്. ഓഫ് കോഴ്സ് എനിക്ക് ഫ്രീഡം ദാറ്റ് ഐ ആം ഗെറ്റിംഗ് ഹിയർ ഈസ് നോട്ട് ഈവൻ കമ്പയറബിൾ. അത് നാട്ടിലുള്ള കാര്യമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഹാർഡ്ഷിപ്പ് ഉണ്ട് ഭയങ്കരമായിട്ട്. ലൈക്ക് ദ സ്ട്രഗിൾസ്, ഏതൊരു പ്രവാസി ആണെങ്കിലും ഒരു സ്ട്രഗിൾ ഇവിടെ ഫേസ് ചെയ്യുന്ന ഒരു രാജ്യത്ത്, ദുബായ്, UK, ഓസ്ട്രേലിയ, ഫസ്റ്റ് ജനറേഷൻ ആര് വന്നിട്ടുണ്ടെങ്കിലും ഭയങ്കര സ്ട്രഗിൾ ആണ്. അത് ആർക്കും അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവത്തില്ല. പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ലൈഫ്, സോഷ്യൽ മീഡിയ ഓൺലി ഷോസ് ഒരു നല്ലത് മാത്രം കാണിക്കുള്ളൂ, ഗുഡ് പാർട്ട്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്, അതൊന്നും ആർക്കും അറിയത്തില്ല. അപ്പോ അതൊക്കെയാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റിലൂടെ എത്തിക്കാൻ നോക്കുന്നത്. യെസ്, അതാണ് നമ്മുടെ ഒരു ചിന്ത. പക്ഷെ ഈ ഇപ്പോ ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല. പക്ഷെ കാര്യങ്ങൾ മാറ്റി ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലതാണെങ്കിൽ മാറ്റി ചെയ്യായിരുന്നു. പക്ഷെ ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ്. നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടൊന്നും കാര്യമില്ല. അങ്ങനെയാണ് രോഹിത് ശർമ്മ പറഞ്ഞിട്ടുള്ളത്. അത്രേ ഉള്ളൂ, പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻ. യെസ്, സച്ചിനും എല്ലാവരും. അപ്പൊ എല്ലാവരും നല്ലത് ചിന്തിക്കാവുന്നൊരു കാര്യങ്ങൾ. തോട്ട് പ്രോസസ്സുമായി ഗൈസ് ഞങ്ങളുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് us know in comments or whatever. ആൻഡ് ഇനി എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി ഞങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ അതും ജസ്റ്റ് കമന്റ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ we would like to talk. കാരണം എന്താ വെച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. ഞാൻ കേൾക്കുന്ന ഒരാളാണെങ്കിൽ ഒരാൾ മതി, ആ ഒരാൾക്ക് വേണ്ടി ഞങ്ങൾ സംസാരിക്കും. ഞങ്ങൾക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. ഞങ്ങൾ പറഞ്ഞില്ലേ, ഇത് ഇറങ്ങി തിരിച്ചിരിക്കുക. അപ്പൊ കാരണം എന്താ അറിയോ, ഇഫ് നോട്ട് നൗ ദെൻ വെൻ അല്ലേ? ഇപ്പൊ നമ്മളിപ്പോ ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇത് എപ്പോ ചെയ്യാനാ? കാരണം ഇപ്പോഴാണ് ഞങ്ങള് എല്ലാവരും ഞങ്ങളുടെ പ്രൈമിലാണ്. പിന്നെ ഞങ്ങൾക്ക് കുറെ എനർജി ഉണ്ട് ആൻഡ് വി ലൈക്ക് ടോക്കിംഗ് ടു പീപ്പിൾ. എനിക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും പേടിയൊന്നുമില്ല.
നാണമില്ല, അതാണ് കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ടുള്ള വാക്കെന്ന് പറയാം. അധികം നാണമൊന്നുമില്ല, എന്ത് സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ട്. അപ്പൊ പിന്നെ അപ്പൊ എന്തെങ്കിലും സംസാരിക്കണം, എന്തെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് let us know So that we can talk about it. And, yes. yeah. പിന്നെ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ആ മണി ഇങ്ങനെ അടിച്ചങ്ങോട്ട് പൊട്ടിക്കുക. അതെന്തിനാണ് ശരിക്കും ബെല്ലൈക്കൺ അടിക്കുന്നത്? ചുമ്മാ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ വരും. അതുകൊണ്ട് എന്താ? നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവരറിയും. അതല്ലെങ്കിൽ ഫീഡ് നോക്കി കഴിഞ്ഞാൽ അറിയത്തില്ലേ? പുതിയതല്ലേ, പക്ഷെ എന്നാലും ഇപ്പൊ പറഞ്ഞ ഒരുപാട് പേര് നമ്മൾ ഇത് ചെയ്യണ്ടെങ്കിൽ നമുക്ക് മറ്റേ വാട്സാപ്പിൽ മെസ്സേജ് വരുന്ന ഓ അപ്പൊ അത് അടിച്ചു പൊട്ടിക്കുക. അപ്പൊ പ്ലീസ് ഗൈസ്, ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു സോ മച്ച്.